ഹലോ ഗൈസ്, ജാൻ 25 അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ സെഗ്മെൻറ്റ്. സോ ഇത് ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഓഡിറ്റിങ്ങിന് എങ്ങനെ മാക്സിമം മാർക്സ് ഒരു എക്സംഷൻ റേഞ്ചിലോട്ട് കയറ്റാൻ പറ്റും, ഒരു സ്റ്റഡി പ്ലാൻ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. സോ യു ഗൈസ് ഓൾറെഡി നോ മീ, ഞാനൊരു ഫോർമൽ ഇൻട്രഡക്ഷൻ വെക്കുന്നില്ല. എന്നാലും ട്രിപ്പിളയുടെ പുറത്ത് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ക്ലാസ്സസ് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, യെസ്, ഐ ആം നിത്യൻ സേതുമാധവൻ, ദ ഫാക്കൽറ്റി ഫോർ ഓഡിറ്റിംഗ് എത്തിക്സ് അറ്റ് ട്രിപ്പിൾ കോമേഴ്സ് അക്കാഡമി. So yes, അപ്പോൾ നമ്മൾ we are planning this video segment for ഡിസ്ക്രൈബിങ് ഹൗ ടു ടാക്കിൾ ദിസ് സബ്ജക്ട്. ജാനുവരിയിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ ഈ 11 ചാപ്റ്റേഴ്സ്, ഐ സി മെറ്റീരിയലത്തെ 11 ചാപ്റ്റേഴ്സ്, 2 മോഡ്യൂളായിട്ടാണ് നമുക്ക് ചാപ്റ്റേഴ്സ് ഉള്ളത് അല്ലേ, 5+6 അങ്ങനെ 2 മോഡ്യൂൾസ് ആയിട്ടാണുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഈ 11 6+5 11 ചാപ്റ്റേഴ്സ് എങ്ങനെ ടാക്കിൾ ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം, എക്സംഷൻ ലെവലിലോട്ട് കയറ്റാൻ പറ്റും, അതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. സോ 2 സെഗ്മെന്റ്സ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ യു വിൽ ബി ഹാവിംഗ് ദിസ് ടെസ്റ്റ് പേപ്പർ. നമുക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ആഫ്റ്റർ ആദ്യത്തെ സ്റ്റഡി പ്ലാൻ. ഫസ്റ്റ് സെഗ്മെന്റ് ഓഫ് സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഐ വുഡ് ലൈക്ക് യു ടു പോസ് ദ വീഡിയോ ഇഫ് റിക്വയർഡ് ആൻഡ് ടേക്ക് ദിസ് ഡൗൺ. ഓക്കെ, നമ്മുടെ 2 മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. യു വിൽ ബി ഇൻഫോംഡ് ഓഫ് ദാറ്റ്. സോ ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഈ 6 ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ 6 ചാപ്റ്റേഴ്സ് അത് ഏതൊക്കെ ചാപ്റ്ററിലായിട്ടാണ് വരുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടതെന്നും, ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ടോപ്പിക് എന്നും, അതിൻ്റെ മാർക്ക് വെയിറ്റേജ് എന്താണെന്നും, അത് പഠിക്കാനുള്ള ഓർഡർ എങ്ങനെയാണെന്നും, ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുമാണ് നമ്മുടെ ഈ വീഡിയോ സെഗ്മെന്റിന്റെ ഉദ്ദേശം. ആൻഡ് ഇതിൻ്റെ എക്സാം ഇട്ടതിന് ശേഷം വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ആപ്പിലൂടെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഇതിൻ്റെ എക്സാംസിൻ്റെ ഈ എക്സാം. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് സ്റ്റഡി പ്ലാനിൽ ഞാൻ ബാക്കി റിമൈനിങ് 5 ചാപ്റ്റേഴ്സ് ഇതേപോലെ തന്നെ ടോപ്പിക്സ് വെച്ച് മാർക്ക് ചെയ്ത് തന്നിട്ട് ഓരോ ചാപ്റ്ററിലും എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. സോ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഓൾസോ. ഇപ്പം നമ്മുടെ ഔട്ട്സൈഡിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ ഇപ്പോൾ യൂട്യൂബ് വഴി ക്ലാസ് കാണുന്നുണ്ടെങ്കിലും യു ക്യാൻ ടേക്ക് ദിസ് ആസ് എ ബ്രോഡ് ഗൈഡ് ലൈൻ. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് കൊടുക്കുന്ന നോട്ട്സ് ചിലപ്പോൾ നിങ്ങളുടെ കൈവശം ഉണ്ടാവില്ലായിരിക്കും, എന്നാലും ഓരോ ഏരിയയിൽ നിന്നും എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓരോ ചാപ്റ്ററിലും ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ, ഏതാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, ജാൻ അറ്റംപ്റ്റിലോട്ട് നമുക്ക് ഏതൊക്കെ എക്സ്പെക്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു ഗൈഡൻസ് ചിലപ്പോൾ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് കിട്ടാൻ സാധിച്ചേക്കും. സോ യെസ്, വിത്ത് നോ ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ടു ദ ബിസിനസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്ന് പോസ് ചെയ്തെടുത്തിട്ട്, വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫസ്റ്റ് സെഗ്മെന്റ് ഓഫ് ദ സ്റ്റഡി പ്ലാൻ ഇസ് ദിസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഐ സി മെറ്റീരിയലത്തെ 6 ചാപ്റ്റേഴ്സിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ചാപ്റ്റർ നമ്പർ 1, ഐ സി മെറ്റീരിയലത്തെ ചാപ്റ്റർ നമ്പർ 1 നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗ്. ഐ സി മെറ്റീരിയലത്തെ ചാപ്റ്റർ നമ്പർ 11 എത്തിക്സ് ആൻഡ് ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. ചാപ്റ്റർ 6 ഡോക്യുമെന്റേഷൻ. ചാപ്റ്റർ 2 Audit Strategy, Planning and Program. Chapter 7 Completion and Review. And Chapter 4 Audit Evidence. ഇതാണ് 6 ചാപ്റ്റേഴ്സ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ യെസ്, ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, ഞാൻ ക്ലാസ് റൂമിൽ ഇത് സ്ഥിരം എംഫസൈസ് ചെയ്യുന്ന കാര്യമാണ്, ഐ സി ഐ മെറ്റീരിയലിൻ്റെ ഓർഡറിലല്ലല്ലോ നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. ഐ സി ഐ മെറ്റീരിയൽ ഫുൾ കവർ ചെയ്യണം. ഐ സി ഐ മെറ്റീരിയൽ പഠിക്കാണ്ട് രക്ഷയില്ല. ഐ സി ഐ മെറ്റീരിയൽ ഫുള്ള് നമുക്ക് അരച്ച് കലക്കി കുടിച്ച് പഠിച്ചേ പറ്റൂ. എന്നാലേ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും എം സി ക്യൂസും കേസ് സ്റ്റഡീസ് ഒക്കെ നല്ല ഡിസൈഡ് ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ എക്സാം ഹോളിൽ. ബട്ട് ദെൻ ഐ സി ഐ മെറ്റീരിയലിൻ്റെ ഓർഡറിലല്ല നമ്മൾ ക്ലാസ് എടുക്കാറുള്ളത്, അല്ലെ, നമ്മൾ എസ് എയുടെ ഓർഡറിലാണ് പോകാറുള്ളത്, ഓഡിറ്റിംഗ് സെൻറ്റൻസിൻ്റെ. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് ഞാനും ഇപ്പോൾ ഈ സംഭവങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. ചാപ്റ്റർ 1 ശേഷം വി ആർ നോട്ട് സ്ട്രൈറ്റ് ജമ്പിങ് ടു ചാപ്റ്റർ നമ്പർ 2. കാരണം ചാപ്റ്റർ 2 എന്ന് പറയുമ്പോഴത്തേക്കും അതിലത്തെ ടോപ്പിക് എസ് എ 300 ആണ്. ഈ ചാപ്റ്റർ 1 എസ് എ 200 കഴിഞ്ഞിട്ട് ചാപ്റ്റർ 3 എസ് എ 300 നേരെ ചാപ്റ്റർ 1 ഐ സി മെറ്റീരിയൽ ഓർഡർ പ്രകാരമാണെങ്കിൽ ചാപ്റ്റർ 1 കഴിഞ്ഞാൽ ചാപ്റ്റർ 2. സോ എസ് എ 200 കഴിഞ്ഞിട്ട് നേരെ 300 പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന സ്റ്റാൻഡേർഡ്സ് എവിടെ പോയി? 210, 220, 230 ഇതൊക്കെ ഇവിടെ പോയി. അപ്പോൾ അത് പഠിക്കണ്ടേ? സോ നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അതേ ഓർഡറിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സംഭവം പഠിച്ചു പോവുക. നമ്മൾ ആ എസ് ഐയുടെ ഓർഡറിൽ ഞാൻ കണ്ടന്റ് ഫുൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. സോ ആ ഓർഡർ തന്നെ ആയിരിക്കും നമ്മൾ പഠിച്ചു വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ടെസ്റ്റ് പേപ്പർ, ഫസ്റ്റ് മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള എസ്സേസ് ഏതൊക്കെയാണ്, ആ എസ്സേസ് കവർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് സൈമിൾട്ടേനിയസ്ലി കവർഡ് ആവാൻ വേണ്ടി പോകുന്നത്, ആ ചാപ്റ്റേഴ്സിലൂടെ ഐ സി ഐ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഐ സി ഐ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മാർക്ക് വെയിറ്റേജ് എങ്ങനെയാണ് ഈ ചാപ്റ്റേഴ്സിൻ്റെ, അതാണ് ഞാനിപ്പോൾ ഈ ഫസ്റ്റ് നമ്മുടെ ഈ വീഡിയോ സെഗ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. സോ യെസ്, വി വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് നമ്മുടെ ചാപ്റ്റർ 1. ചാപ്റ്റർ 1 ആണ് ഐ സി ഐ മെറ്റീരിയലിൻ്റെ നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗ്. ആൻഡ് ഐ സി ഐ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ അപ്രോക്സിമേറ്റ് മാർക്ക് വെയിറ്റേജ്. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും ലീസ്റ്റ് മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. 4 to 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഈ ചാപ്റ്റർ ഉള്ളത്. ഒരു 4 മുതൽ 6 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ളൂ. അതിനുശേഷം വി വിൽ ബി പ്രൊസീഡിംഗ് ടു ചാപ്റ്റർ 11 എത്തിക്സ് ആൻഡ് ടേംസ് ഓഫ് എൻഗേജ്മെന്റ്. എത്തിക്സ് ആൻഡ് ടേംസ് ഓഫ് എൻഗേജ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ
ഒരു 8 to 10 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ് ICA പറയുന്നത് അവരുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ. ആൻഡ് അതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് essay 210 220 ആയിരിക്കും. Then we will go to chapter number 6, which is audit documentation. അതായത് നമ്മൾ 200 210 200 210 220 230 ആ ഓർഡറിൽ ക്ലാസ്സിൽ എടുത്തിരുന്ന സെയിം ഓർഡറിലാണ് നമ്മൾ ഈ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 200 210 220 230 ഈ ഓർഡറിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് തീർന്നുകൊണ്ടിരിക്കുകയാണ്? ചാപ്റ്റർ നമ്പർ 1 തീർന്നു, ചാപ്റ്റർ 11 കഴിഞ്ഞു, ചാപ്റ്റർ 6 കഴിഞ്ഞു, അങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്ത് പോകും. ആൻഡ് ചാപ്റ്റർ 6 ഇസ് ഫെയർലി ഇമ്പോർട്ടൻറ്റ്. 12 മുതൽ 18 മാർക്ക്, ഒരു ചെറിയ ഒരു എഡിറ്റ് ഉണ്ട്. ചാപ്റ്റർ 6ന് ഇത്രയും മാർക്ക് ഓക്കെ. ചാപ്റ്റർ 6 ഒറ്റയ്ക്കല്ല 12 to 18 മാർക്സ്. ഓക്കെ, ചാപ്റ്റർ 6ഉം ചാപ്റ്റർ 4ഉം കൂടി ചേർന്നിട്ടാണ് 12 to 18 മാർക്സിൻ്റെ വെയിറ്റേജ് ICA മെറ്റീരിയൽ. അതാണ് ഞാൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. കാരണം ചാപ്റ്റർ 6 നമുക്കറിയാലോ ഒറ്റ essay ഉള്ളൂ, ചെറിയൊരു ടോപ്പിക്കാണ് essay 230 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. അതൊന്നും മാത്രം 18 മാർക്കൊന്നും പ്രതീക്ഷിക്കരുത്. ചാപ്റ്റർ 4 അതിൽ വന്നിട്ട് 500 501 505 510 520 530 550 and 610 നല്ല അടിപൊളി ബഡ ടോപ്പിക്സ് ഉണ്ട്. ഈ ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 6ഉം കൂടി ചേർന്നിട്ട് കമ്പൈൻഡ് ആയിട്ടാണ് 12 to 18 മാർക്സ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ essay 300 സീരീസ് ഉണ്ട്. 300 സീരീസ് അല്ല 300, അത് ചാപ്റ്റർ 2. ആൻഡ് അതിൻ്റെ മാർക്ക് വെയിറ്റേജ് അതിൻ്റെ മാർക്ക് വെയിറ്റേജ് ഞാൻ എഴുതിയിട്ടില്ല, ഞാനൊന്ന് കാണിച്ചു തരാം ഒരു സെക്കൻഡ്. അതിൻ്റെ മാർക്ക് വെയിറ്റേജ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചാപ്റ്റർ 2 ഇതാണ് ICAയുടെ നോട്ടിഫിക്കേഷൻ. അതിൽ ഇത് ആക്ച്വലി ഓഡിറ്റിംഗ് മാത്രമല്ല, ഫുൾ എൻറ്റയർ 2 ഗ്രൂപ്പിലത്തെയും എല്ലാ സബ്ജക്റ്റുകളുടെയും മാർക്ക് വെയിറ്റേജ് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ അവർക്കുണ്ട്. അത് പ്രകാരം നമുക്കറിയാം ചാപ്റ്റർ നമ്പർ 2ൻ്റെ മാർക്ക് വെയിറ്റേജും 8 മുതൽ 12 മാർക്കാണ്. അപ്പോൾ അതും കൂടി ഞാൻ എഴുതിക്കോട്ടെ. 8 to 12 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ് ഇതിനും വരുന്നത്. യെസ്, ഇതും കൂടി ഒന്ന് പറയാം. 8 to 12 മാർക്സ് വെയിറ്റേജ്, 8 മുതൽ 12 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ്. സോ നമ്മുടെ ഫസ്റ്റ് ഈ സെഗ്മെൻറ്റിലത്തെ കാര്യങ്ങളെല്ലാം ചാപ്റ്റേഴ്സ് എല്ലാം പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു ആർ ആക്ച്വലി എൻറ്ററിങ് ദ സേഫ് സോൺ. അതായത് 4 to 6 മാർക്ക്, 8 to 10 മാർക്സ് എല്ലാത്തിനും മിനിമം പിടിച്ചാൽ പോലും 4 8 12 24 24 32 40 മാർക്കിൻ്റെ അടുപ്പിച്ച് ഒരു പാസ് മാർക്ക് എത്താനുള്ളതായിട്ടുള്ള ഒരു ഏരിയ ആയി കഴിഞ്ഞു. സേഫ് സോൺ ആയിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ടാർഗറ്റ് സേഫ് സോൺ അല്ല, നമുക്ക് ഒരു മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് വേണം ടാർഗറ്റ് ചെയ്യാനായിട്ട്. ദർ ഇസ് നത്തിങ് ലെസ് ദാൻ എക്സംഷൻ യു ഹാവ് ടു എയിം ഫോർ. ഓൺലി ഗോ ഫോർ ദി എക്സംഷൻ. ഐ വാണ്ട് ടോപ്പേഴ്സ് ഫ്രം ദിസ് ബാച്ച്. ഓക്കെ, സോ യെസ്, വി ആർ ട്രൈങ് ഫോർ ദാറ്റ് ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ദാറ്റ് ഓൾസോ. പറയുന്ന രീതിയിൽ മാക്സിമം കമ്മിറ്റഡ് ആയിട്ട് ഇരുന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫേർട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ വേണ്ടിയിട്ടുള്ള ഏരിയാസ്. സോ യെസ്, ഐ വിൽ ബി ഗോയിങ് ത്രൂ ഈച്ച് essay. ഓരോ essayയിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യം. ദിസ് വീഡിയോ ഇസ് നോട്ട് ഫോർ എക്സ്പ്ലെയിനിങ് തിങ്സ്. ഇതിൽ ഞാൻ കൺസെപ്റ്റ് എക്സ്പ്ലനേഷൻസോ ക്ലാസ്സോ എടുക്കാൻ പോകുന്നില്ല. ഓരോ ഏരിയയിലും എന്തൊക്കെ പഠിക്കണം എന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ 1 എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അത് ആദ്യം പറയാം. ചാപ്റ്റർ 1. ഓക്കെ, സോ നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ നമ്പർ 1, അതായത് മോക്ക് ടെസ്റ്റിൽ ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ നമ്പർ 1, ആഫ്റ്റർ ദാറ്റ് chapter number 11, chapter number 6, chapter 2, chapter 7, chapter 4. ഇത് മൊത്തം 6 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ സാർ, ഇതെങ്ങനെ പഠിച്ചു തീർക്കും എന്ന എക്സ്ക്യൂസസ് ഒന്നും പറയണ്ട. യെസ്, നിങ്ങൾക്ക് ഇപ്പോൾ ട്രിപ്പിൾ ഐ സ്റ്റുഡൻറ്റ് ഇഫ് യു ആർ വാച്ചിങ് ദിസ്, നിങ്ങൾക്ക് ഓൾറെഡി ഡേറ്റ് ഷെഡ്യൂൾഡ് ആണല്ലേ. ഇത്രയും ചാപ്റ്റേഴ്സ് 6 ചാപ്റ്റേഴ്സ് എന്നായിരിക്കും എക്സാം എന്നൊക്കെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ഈ തരുന്ന ഷെഡ്യൂൾ ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു PDF പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ ആ ഷെഡ്യൂൾ. അത് പ്രകാരം മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഡോണ്ട് മേക്ക് എക്സ്ക്യൂസ്, തിങ്ക് അബൌട്ട് ഇറ്റ്. കാരണം എക്സാമിന് എന്തായാലും കോസ്റ്റിംഗ് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ എക്സാം തുടങ്ങുമ്പോൾ കോസ്റ്റിംഗ് എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിലും 1 ഡേയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പ്ലാൻ പ്രകാരം ഒന്നും പഠിക്കുന്നില്ല, നിങ്ങൾ അതിനനുസരിച്ച് ടോപ്പിക്സ് കവർ ചെയ്യുന്നില്ല, എല്ലാം ലാസ്റ്റിലോട്ട് വെക്കുകയാണെങ്കിൽ പരീക്ഷയുടെ തലേദിവസം ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെ എന്ത് മാജിക്കാണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഒരു ദിവസമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു 5-6 ദിവസങ്ങളും കിട്ടിയിട്ടില്ലേ? അപ്പോൾ 6 ദിവസത്തിൽ മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടേ ഞാൻ ഒരു ചാപ്റ്റർ തീർത്തിട്ടേ ഞാൻ അടുത്ത ചാപ്റ്റർ പഠിക്കൂ, അല്ലെങ്കിൽ ഇത് ഫുൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഞാൻ പരീക്ഷ എഴുതത്തുള്ളൂ. ആ ഒരു മെൻറ്റാലിറ്റി വേണ്ട. ദിസ് ഇസ് നോട്ട് യുവർ മെയിൻ CA എക്സാം. നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റേജിലാണ്. സോ യു ട്രൈ ടു കവർ ദ ടോപ്പിക്സ് ആസ് മച്ച് ആസ് പോസിബിൾ. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എടുക്കുക. കാരണം ആ എഫേർട്ട് ഇറ്റ് വിൽ
ബി ഗുഡ് ഇൻ ദ ലോങ് റൺ. നമുക്ക് ആ എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവാനും ആ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലൂടെ നിങ്ങളെ കൂടുതൽ റെഡി ആക്കാൻ ശ്രമിക്കും. മോക്ക് ടെസ്റ്റ് എഴുതുക, പരീക്ഷ എഴുതി നിങ്ങൾ മാക്സിമം നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലിമിറ്റ്സ് പുഷ് ചെയ്ത് ആ ഒരു ടൈം കൺസ്ട്രെയിനിൽ ഇരുന്ന് അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അല്ലാണ്ട് ഔട്ട് ഓഫ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഓഡിറ്റിംഗ് ഫുള്ള് ഡാറ്റാബേസ് ലോഡായിട്ട് എഴുതാനൊന്നും പറ്റത്തില്ല. സോ യെസ്, മാക്സിമം ട്രൈ ടു കമ്മിറ്റ് ടു ദിസ് ടൈം ടേബിൾ ദറ്റ് യു ഹാവ് ബീൻ ഗിവൺ. ആൻഡ് ഓരോ ഏരിയയിലും എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോ സെഗ്മെന്റ്. സോ കമ്മിങ് ടു ചാപ്റ്റർ നമ്പർ 1. ഈ ചാപ്റ്റർ 1-ത്തെ എസ്സേ എന്ന് പറയുന്നത് നമ്മുടെ എസ്സേ 200 മാത്രമേ ഉള്ളൂ. ചാപ്റ്റർ 1 4 to 6 മാർക്ക് വെയിറ്റേജേ ഉള്ളൂ. അതിൽ എസ്സേ 200 ആണ് അതിൻ്റെ മെയിൻ എസ്സേ ടോപ്പിക്. ബട്ട് ദെൻ ചാപ്റ്റർ 1 നമുക്കറിയാം എസ്സേ 200 മാത്രമല്ല, വേറെയും കുറച്ച് അഡീഷണൽ തിയറി ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ ആ തിയറി ഏരിയാസിലും എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഇൻട്രൊഡക്ഷൻ, നമ്മുടെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്കിൽ പഠിച്ചിട്ടുള്ള ഏരിയ ആണ് ഏത്, ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ 1. അതിന്ന് ഡെഫിനേഷൻ ഓഫ് ഓഡിറ്റിംഗ്, അഡ്വാൻറ്റേജ്, അതെന്തായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. അത് പഠിക്കാതിരിക്കേണ്ട, ചോദിച്ചിട്ടുണ്ട്. പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. ഇമ്മീഡിയറ്റ്ലി അടുത്തിട്ടുള്ള റീസെന്റ് അറ്റംപ്റ്റിലൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത്. ബട്ട് ദെൻ അത് ചോദിക്കാവുന്ന ഒരു അറ്റംപ്റ്റ് ആണ്. സോ ജനുവരിയിൽ ഇപ്പോൾ അവരെങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഇടുന്നത്, അവർ ടഫ് ആക്കിയിട്ടുള്ള എക്സാം ഇടുമോ അതോ സിമ്പിൾ ആക്കിയിട്ടുള്ള പേപ്പർ ആയിരിക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പം മെയിലും സെപ്റ്റംബറിലും അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. ഇൻഫാക്ട് മെയ് അറ്റംപ്റ്റിനേക്കാളും സിമ്പിൾ അറ്റംപ്റ്റ് ആയിരുന്നു, കുറേ കൂടി നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു സെപ്റ്റംബർ 2024 അറ്റംപ്റ്റ്. അതുകൊണ്ട് 2 അറ്റംപ്റ്റ് അങ്ങനെ ആക്കിയതുകൊണ്ട് ഇനിയിപ്പോൾ ജനുവരി 2025 അറ്റംപ്റ്റ് എങ്ങനെയാവും എന്നുള്ള സ്പെക്കുലേഷൻസിൽ തൽക്കാലം വീഴാതിരിക്കുക. നമുക്കറിയില്ലല്ലോ. ലെറ്റ്സ് പ്രിപ്പയർ ഫോർ ദ ബെസ്റ്റ്. Okay, so that you will be able to tackle any type of question that the IC will throw to you. Okay, be confident. എനിവേസ്, അപ്പോൾ ഈ ഫസ്റ്റ് ഏരിയയിൽ അപ്പോൾ ചാപ്റ്റർ 1 ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഭവം അത് തന്നെയാണ്. ഡെഫിനിഷൻ ആൻഡ് അഡ്വാൻറ്റേജ് നിർബന്ധമായിട്ടും പഠിക്കണം. അത് പഠിക്കാതിരിക്കേണ്ട, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ക്ലാസ് അറ്റൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അറിയുന്നുണ്ടാവും ആ അഡ്വാൻറ്റേജസിലത്തെ 6 പോയിന്റും 7 പോയിന്റും നമ്മൾ മറ്റ് പല ഏരിയാസുമായിട്ടും കണക്ട് ചെയ്തിട്ടും ലെക്ചർ നോട്ടൊക്കെ ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. സോ വളരെ കൺസെപ്റ്റഡ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 7 അഡ്വാൻറ്റേജ് ഉണ്ട്, അത് പഠിക്കാം. അതിനുശേഷം തൊട്ട് താഴെ ഹൗ ഡസ് ദി ഓഡിറ്റർ എൻഷുർ ദാറ്റ് ദി FS ഡസ് നോട്ട് മിസ്ലീഡ് എനിവൺ. FS ആരെയും മിസ്ലീഡ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഹൗ ടു എൻഷുർ ദ റിലയബിലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ മിസ്, അതൊരു പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. നമ്മുടെ 6 പോയിന്റ്സ്. ഓക്കെ, ആ 6 പോയിന്റ്സും പഠിക്കാം. ഇപ്പം എൻ്റെ മെറ്റീരിയൽ ഇല്ലാത്തൊരു കുട്ടിയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഒന്നുകിൽ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ ദ ബുക്ക് അയച്ചു കിട്ടാനായിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ട്. യു ക്യാൻ എയ്തർ ഡു ദാറ്റ്, അല്ലെങ്കിൽ ICA മെറ്റീരിയലിൽ ഞാൻ ഈ പറയുന്ന ഇപ്പോൾ ചാപ്റ്റർ 1 അല്ലേ പറയുന്നത്, ചാപ്റ്റർ 1-ന്റെ അകത്ത് കൺസേൺ ഏരിയ മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു ഓർ യു ക്യാൻ ഡു ഓർ യു ഷുഡ് ഡു. സോ ചാപ്റ്റർ 1 നമുക്ക് ആദ്യം ഡെഫിനിഷൻ ആൻഡ് അഡ്വാൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഹൗ ടു എൻഷുർ ദ റിലയബിലിറ്റി ഓഫ് FS. റിലയബിലിറ്റി ഓഫ് FS എന്നുള്ള ആ ഒരു ടോപ്പിക് 6 പോയിന്റ് ഉണ്ട്. ആ 6 പോയിന്റ് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗ് എന്നൊക്കെ ഒരു MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരാമെന്നല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ ചോദിച്ചാൽ വന്നിട്ടുണ്ട്. ബട്ട് യെസ്, അത് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്നൊരു ഏരിയ നോക്കുമ്പോൾ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഏരിയ. സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗ് ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അത് സിമ്പിൾ ആയിട്ടുള്ള 7 പോയിന്റ് ആണ്, വായിച്ചു വെക്കുക. ഈസ് ഓഡിറ്റ് മാൻഡേറ്ററി ഓർ വോളണ്ടറി, അതെല്ലാം നമ്മളുടെ ഈ ഇൻട്രൊഡക്ഷൻ തിയറിയുടെ ഭാഗമായിട്ട് ജസ്റ്റ് വായിച്ചു വെക്കുന്ന ടോപ്പിക്കാണ്. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പഠിക്കാനുള്ള, അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം ഈ വീഡിയോ സെഗ്മെന്റ് മോക്ക് ടെസ്റ്റ് പേപ്പറിന് മാത്രമല്ല നിങ്ങൾക്ക് ഉപയോഗം വരാൻ പോകുന്നത്, എക്സാമിൻ്റെ ഡേ ബിഫോർ ദി എക്സാം, ആ 1 ഡേ, ആ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ചാപ്റ്റേഴ്സ് ഫുൾ കവർ ചെയ്യാൻ പറ്റും, ആ സമയത്ത് അതിലോട്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. ഓക്കെ, സോ എന്തായാലും തൊട്ട് തലേ ദിവസം വന്നിട്ട് നിങ്ങൾ ഫുൾ സ്റ്റഡി മെറ്റീരിയൽ വായിക്കാൻ പറഞ്ഞാൽ നിങ്ങളെ കൂടെ പറ്റത്തില്ല, ആരെ കൊണ്ടും പറ്റത്തില്ല. സോ ആ സമയത്തേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് റിവിഷനും കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. സോ ചാപ്റ്റർ 1 നിന്നും ഡെഫിനേഷൻ, അഡ്വാൻറ്റേജ്, പിന്നെ ഹൗ ടു എൻഷുർ ദ റിലയബിലിറ്റി ഓഫ് ദി FS, ആ ഒരു ഏരിയ നോക്കുക. അതിനുശേഷം യു ഗോ ഫോർ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്, സ്കെപ്റ്റിസം, അങ്ങനത്തെ കുറച്ച് ഡെഫിനേഷൻസ്. ഓൾദോ ഇത് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ചാപ്റ്റർ 1 അല്ല, എന്നാലും ഇൻട്രൊഡക്ഷൻ തിയറി എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ പറ്റി പറയുന്നുണ്ട്. ജഡ്ജ്മെന്റും സ്കെപ്റ്റിസിസും ഒക്കെ ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ജഡ്ജ്മെന്റും സ്കെപ്റ്റിസിസവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പറഞ്ഞ് ഇയാളെല്ലാം പറയുകയാണല്ലോ എന്ന്. അങ്ങനല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആൻഡ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം, അതിൻ്റെ തിയറി ഞാൻ തന്നിട്ടുണ്ടല്ലോ, അത് പഠിക്കുക. എസ്പെഷ്യലി സ്കെപ്റ്റിസിസം ഒന്ന് നോക്കിക്കോ.
അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കമ്പയറിങ് ദീസ് ടു, ജഡ്ജ്മെൻറ്റും സ്കെപ്റ്റിസം കൂടി കമ്പയർ ചെയ്യുമ്പോൾ സ്കെപ്റ്റിസം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം പിന്നെ സ്കെപ്റ്റിസം എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി പ്രൊഫഷണൽ സ്കെപ്റ്റിസം എന്താണെന്നും ഏതൊക്കെ ഏരിയാസിലോട്ടാണ് നമ്മൾ സ്കെപ്റ്റിക്കലായിട്ടിരിക്കേണ്ടത് ഏറ്റവും മോസ്റ്റ് ആയിട്ട്, അങ്ങനെ അതിൻ്റെ അഡ്വാൻറ്റേജ് ആ ഒരു ടോപ്പിക്ക് ഫുൾ പഠിക്കുക. ഓഡിറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ ഡിഫറൻസ് വൺ ടൈം റീഡ് വെച്ചിരുന്നാൽ മതി. പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണോ? യെസ്. ബട്ട് ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നിറയെ അറ്റംപ്റ്റുകൾക്ക് ബാക്കിൽ ചോദിച്ചിട്ടുള്ള സംഭവമാണ്, ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ഏരിയ അല്ല. അതൊക്കെ ജസ്റ്റ് ഒന്ന് വൺ ടൈം റീഡ് കൊടുത്ത് പോകുന്നല്ലാണ്ട് അതിനൊന്നും വേണ്ടി സമയം കളയണ്ട. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ ഓൾറെഡി ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാം ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് ഈ ഓഡിറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഒക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി മാസ്റ്റേഴ്സ് ആയി കാണും. യു നോ ദ ഡിഫറൻസസ്. മേ ബി ജസ്റ്റ് ആ മെയിൻ ഹെഡിങ്സ് മാത്രം നോക്കിയിട്ട് പോവുക, അതല്ലാണ്ട് ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് ഒന്നും കാണാതെ എഴുതി പഠിച്ചൊന്നും സമയം കളയണ്ട. ഓക്കെ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്റ് വേഴ്സസ് ഇന്റേണൽ ഓഡിറ്റ് ഡിഫറൻസ്, ഡോണ്ട് ജസ്റ്റ് കൺസേൺ യുവർ സെൽഫ് വിത്ത് ദാറ്റ് റൈറ്റ് നൗ. കൺസെപ്റ്റ് ഓഫ് ട്രൂ ആൻഡ് ഫെയർ, ഇത് ഞാൻ ലെക്ചർ നോട്ടും കൂടി ചേർത്തിട്ടായിരിക്കും ഇത് തന്നിട്ടുണ്ടാവുക. അതായത് ട്രൂത്ത് ആൻഡ് ഫെയർനെസ്, ദ വേർഡ് ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ്. അത് ഏത് കോണ്ടെക്സ്റ്റ് ആണ് ട്രൂ ആൻഡ് ഫെയർ എന്ന് പറയുന്നത്. യൂഷ്വലി ഓഡിറ്റർ എന്ത് കിട്ടുമ്പോഴാണ് ട്രൂ ആൻഡ് ഫെയർനെസ് പറയുക. റീസണബിൾ അഷുറൻസ് വെച്ചാൽ എന്താണ്, ഇറ്റ്സ് എ ഹൈ ലെവൽ ഓഫ് അഷുറൻസ്. പിന്നെ ട്രൂ ആൻഡ് ഫെയർനെസ്സിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അതൊന്ന് നോക്കി വെച്ചോളൂ, അത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ട്രൂ ആൻഡ് ഫെയറിൻ്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ തിയറി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ്. ഓക്കെ, ചാപ്റ്റർ 1 ICA മെറ്റീരിയലിൻ്റെ അകത്ത് മാത്രമുള്ള ടോപ്പിക്സ് അല്ല, ചിലപ്പോൾ വേറെ ടോപ്പിക്സും കൂടി കണക്റ്റായിട്ട് വരും. അതായത് ഓവറോൾ ആയിട്ട് ഈ ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യണം. അതിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്സ് ഒക്കെ ഞാൻ ഒരുമിച്ചങ്ങ് പറയുകയാണ് കേട്ടോ. ട്രൂ ആൻഡ് ഫെയർ. അതിനുശേഷം ഈ എൻഗേജ്മെൻറ്റ്, അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ തിയറി, അതായത് 3 പാർട്ടി റിലേഷൻഷിപ്പ്, പ്രാക്ടീഷണർ ആരാണ്, റെസ്പോൺസിബിൾ പാർട്ടി ആരാണ്, ഈ പറയുന്ന ഇൻറ്റൻഡഡ് യൂസേഴ്സ്, സബ്ജക്ട് മാറ്റർ, ക്രൈറ്റീരിയ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ തിയറിയിലെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെയ് അറ്റംപ്റ്റിലും മെയ് 2024 അറ്റംപ്റ്റിലും സെപ്റ്റംബർ 2024 അറ്റംപ്റ്റിലും ഈ ഏരിയയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ദാറ്റ് മേക്സ് ഇറ്റ് വെരി പ്രോബബിൾ ഫോർ ദ Jan 25 അറ്റംപ്റ്റ്. അത് ഈ വീഡിയോ നിങ്ങളിപ്പോൾ Jan 25 അറ്റംപ്റ്റിലോട്ട് കാണുമ്പോൾ ദിസ് ടോപ്പിക് ഈസ് ഗോയിങ് ടു ബി എ ഹോട്ട് ഏരിയ ഫോർ യു. ഇത് പഠിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൽ ഉണ്ടോ ഒരു പോസിബിൾ എക്സാം ക്വസ്റ്റൻ ഒക്കെ ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടാവും. ചോദിക്കാൻ പാകത്തിൽ കുറേ ടോപ്പിക്സ് ഇതിലുണ്ട്. ഈ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ്, ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. സോ ഈ ഒരു എൻഗേജ്മെൻറ്റ്, അഷുറൻസ് എൻഗേജ്മെൻറ്റ്സ്, SRS, SAE, SQC, ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസും കൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എൻഗേജ്മെൻറ്റ് ആൻഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റ്, ഇതെന്ത് വന്നാലും പഠിച്ചിരിക്കുക, ഇത് പഠിക്കാതെ പോകരുത്, അത് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ ഈ ഇൻട്രൊഡക്ഷൻ തിയറിയിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്ക് ഞാൻ യെല്ലോ കളറിൽ കാണിക്കാം, അത് നോക്കിയോ. ഡെഫിനേഷൻ ആൻഡ് അഡ്വാൻറ്റേജ് പഠിക്കണം, ഹൗ ടു എൻഷുർ റിലയബിലിറ്റി ഓഫ് ദി FS, ജഡ്ജ്മെന്റ്, സ്കെപ്റ്റിസം, ട്രൂത്ത് ആൻഡ് ഫെയർനെസ് കൺസെപ്റ്റ്, ഇത്രയും ഇൻട്രൊഡക്ഷൻ തിയറിയിൽ നിന്ന് വായിച്ച് വെക്കാൻ പഠിക്കേണ്ട ടോപ്പിക്കാണ്. എൻഗേജ്മെന്റ്, അഷുറൻസ് എൻഗേജ്മെന്റ് എന്താണെന്ന് കട്ടയ്ക്ക് പഠിച്ചോ, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനല്ല ICA ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, എന്നാലും സ്പെക്കുലേഷൻ ആണ് ഒരു പരിധി വരെ. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, മെയിലും സെപ്റ്റംബറിലും വന്നില്ല, സോ ഇറ്റ് ഇസ് മോർ ലൈക്ലി ടു കം. നോക്കി വെച്ച്. സോ ദിസ് ഇസ് ഇറ്റ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ തിയറി. അപ്പം നമുക്ക് ഇനി എസ്സേയിലോട്ട് പോകാം. ഈ ചാപ്റ്റർ നമ്പർ 1 ആകെപ്പാടെ 4 to 6 മാർക്ക് വെയിറ്റേജേ ഉള്ളൂ. അതിന്ന് essay 200 ആണ് എസ്സേ ടോപ്പിക്. എസ്സേ ടോപ്പിക് അല്ലാതെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഏരിയ ഇത്രയാണ്. ഇത് പഠിക്കുക, ഇത് ഇത്രയും എന്തായാലും പഠിക്കണം എന്ന് വെച്ചാൽ ഇടയിലത്തെ പഠിക്കേണ്ടെന്നല്ല. ഫസ്റ്റ് ടൈം വായിക്കുന്ന സമയത്ത് ഇതെല്ലാം ക്ലാസ് റൂമിലെല്ലാം ഇത് നമ്മൾ MCQസും കേസ് സ്റ്റഡിയൊക്കെ ചെയ്ത് പോയിട്ടുള്ള ടോപ്പിക്കാണ്. ഐ എം ടോക്കിംഗ് അഗെയിൻ, ഐ എം എംഫസൈസിങ് ദിസ് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ്റെ ഫോക്കസിലാണ് ഈ കാര്യം പറയുന്നത്, പിന്നെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട്. ദെൻ കമ്മിങ് ടു essay 200. essay 200ൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. അത് ഒരുപാട് തവണ പാസ്റ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്, അതായത് essay 200ത്തെ നമ്മുടെ ആ 2 ബുള്ളറ്റ് പോയിന്റുള്ള ഒബ്ജക്റ്റീവ്സ് പ്ലസ് 2 പോയിന്റും കൂടി ICA മെറ്റീരിയൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് പറയുക എന്ന് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ ടോപ്പിക്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് essay 200 പ്രകാരം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് വളരെ സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ ഫോർവേഡ്. ടു ഒബ്റ്റെയിൻ എ റീസണബിൾ അഷുറൻസ് ദാറ്റ് ദി FS economics will free from material misstatements and to report on the FS and communicate as per the relevant essay. അതിൻ്റെ കൂടെ യെസ് വി ഹാവ് ടു ആഡ് 2 more points. Auditor's objective is to obtain reasonable assurance in a point. Misstatements can happen from fraud or error, and we should also express an opinion whether the FS is prepared as per AFRF, applicable financial reporting framework പ്രകാരമാണോ, and communicate as per the reporting. ആ ഒരു 4 പോയിന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്, ഇത് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സി, ഞാൻ വളരെ സിമ്പിൾ റൂൾ ഓഫ് തമ്പ് പറയാം. നമ്മുടെ ICA മെറ്റീരിയലോ അല്ലെങ്കിൽ ഞാൻ തരുന്ന ഈ ഹാൻഡ് ബുക്കിലോ മെറ്റീരിയലോ എവിടെയെല്ലാമാണോ ഈ 3 പോയിന്റ് 4 പോയിന്റ് അങ്ങനെ 4 ബുള്ളറ്റ് പോയിന്റേ ഉള്ളൂ, 3 ബുള്ളറ്റ് പോയിന്റേ ഉള്ളൂ, ആ ലെവലിൽ ഏതെങ്കിലും ഫാക്ടേഴ്സ്, കണ്ടീഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ
അത് എന്തായാലും സ്ട്രിക്ട്ലി നോക്കി വെച്ചോ. കാരണം അവർക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റിയ പാകത്തിലാണ് ആ ഒരു ഏരിയ ഇട്ടേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്ക് എക്സാമിന് എന്തായാലും നിങ്ങൾ ബികോം ഡിഗ്രി എക്സാമിൽ കണ്ടിട്ടുള്ള പോലെ 12 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും മറ്റേ ലെങ്തി ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ഹൈ മാർക്ക് ക്വസ്റ്റ്യൻസ് ഇല്ല. ദി ആവറേജ് മാർക്ക് ഓഫ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റൻസ് ഇസ് 3 മാർക്ക് 4 മാർക്ക്. ആ റേഞ്ചിലാണ് എല്ലാ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻസിനും അത് പോകുന്നത്. MCQലോട്ട് പോകുമ്പോൾ 1 മാർക്ക് 2 മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഡിസ്ക്രിപ്റ്റീവ് എല്ലാം 3 മാർക്ക് 4 മാർക്ക് കോമ്പിനേഷൻസ് ആയിരിക്കും. സോ ആ 4 മാർക്കിന് ചോദിക്കാൻ അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഭാഗത്തിൽ അവർക്കിങ്ങനെ ഓരോ ബുള്ളറ്റ് പോയിന്റിന് ഓരോ മാർക്ക് എന്ന രീതിയിലും അങ്ങനെ ഇടാൻ പറ്റുന്ന ഭാഗത്തിൽ ടോപ്പിക്സ് കാണുമ്പോൾ അതെന്തായാലും ഡേഞ്ചർ മാർക്ക് ചെയ്തോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ യെസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിമൈസസ് ഓഫ് ഓഡിറ്റ് ഒക്കെ ജസ്റ്റ് നോക്കി മനസ്സിലാക്കി വെക്കുക, ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ലിമിറ്റേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്, ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അത് കട്ടയ്ക്ക് പഠിച്ചു വെക്കുക. ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ഓവറോൾ ആയിട്ട് ചോദിക്കാം, മൊത്തത്തിൽ ഓവറോൾ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എങ്ങനെ ലിമിറ്റേഷൻ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെ ലിമിറ്റേഷൻ ആയിട്ട് മാറുന്നു, അങ്ങനെ സ്പെസിഫിക് പോയിന്റ്സ് ആയിട്ടും ചോദിക്കാം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മളുടെ ഈ എത്തിക്കൽ റിക്വയർമെന്റ്സ്, 200 മറ്റേ എത്തിക്കൽ റിക്വയർമെന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ഇത് പറയുന്നുണ്ട്. ബട്ട് ദെൻ നമുക്ക് എത്തിക്കൽ റിക്വയർമെന്റ്സ് ചാപ്റ്റർ 11 കണ്ടന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, സോ യെസ്, ദിസ് ഇസ് ചാപ്റ്റർ 1. ചാപ്റ്റർ 1 നിങ്ങൾ ഇത്രയും പഠിക്കുക. ചാപ്റ്റർ 1 ഈ ടോപ്പിക്സ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 6 മാർക്ക് വരെ വെയിറ്റേജ് ഉണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ 1 ഇസ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. തീർന്നു. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഈ ചാപ്റ്റർ 1 ഇത്രയും ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ICA പറയുന്ന 4 to 6 മാർക്കിന്റെ പ്രോബബിൾ ക്വസ്റ്റൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻഗേജ്മെന്റ്, അഷുറൻസ് എൻഗേജ്മെന്റ് ആണ്. ഇറ്റ്സ് മൈ ടേക്ക് ഓൺ ഇറ്റ്. ഓക്കെ, നൗ കമ്മിങ് ടു ചാപ്റ്റർ നമ്പർ 11. ഇത്രയും തീർത്തതിന് ശേഷം നമ്മൾ ഇനി ICA മെറ്റീരിയലിന്റെ ചാപ്റ്റർ നമ്പർ 11 ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്റർ 11 ഇസ് ബേസിക്കലി SA 210 ആൻഡ് 220. പിന്നെ എത്തിക്കൽ റിക്വയർമെന്റ്സ് SA 200 മെൻഷൻ ചെയ്യുന്ന എത്തിക്കൽ റിക്വയർമെന്റ്സ് ചാപ്റ്റർ 11 കോണ്ടെക്സ്റ്റ് ആണ് പോകുന്നത്. സോ യെസ്, ആ എത്തിക്കൽ റിക്വയർമെന്റ്സിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ 5 പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ് ഉണ്ട്. ഇന്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, കോൺഫിഡൻഷ്യലിറ്റി ഓഫ് ഇൻഫർമേഷൻ, കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ ഡിലിജൻസ്, മറ്റേ പ്രൊഫഷണൽ ബിഹേവിയർ എന്നൊക്കെ പറയുന്ന സംഭവം, പ്ലസ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് വെച്ചാൽ എന്താണ്, ഇൻഡിപെൻഡൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ്, ഇൻഡിപെൻഡൻസ് ഓഫ് അപ്പിയറൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. സോ എത്തിക്സ് എന്തൊക്കെയാണ്, എത്തിക്സ് ആൻഡ് ഇൻഡിപെൻഡൻസിന്റെ തിയറി, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, എത്തിക്സ് ഫണ്ടമെന്റൽ. പിന്നെ പ്രിൻസിപ്പിൾ ബേസ്ഡ് അപ്രോച്ച്, റൂൾ ബേസ്ഡ് അപ്രോച്ച്, അങ്ങനെ 2-3 അപ്രോച്ചസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ കുറെ കൂടി ചോദിക്കാൻ ചാൻസ് ഉള്ളത് യെസ്, നമ്മൾ സ്റ്റാർ മാർക്കറ്റ് പഠിച്ചിട്ടുള്ള സംഭവമാണ്. ആ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് 5 എത്തിക്കൽ റിക്വയർമെന്റ്സും, പിന്നെ എന്താണ് ഇൻഡിപെൻഡൻസ്, വാട്ട് യു മീൻ ബൈ ബീങ് ഇൻഡിപെൻഡന്റ്, ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ്, ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് വെച്ചാൽ എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ത്രെഡ്സ് ടു ഇൻഡിപെൻഡൻസും MCQസിന് വരാൻ ചാൻസ് ഉണ്ട്. അതായത് അവരൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇവിടെ ഐഡന്റിഫൈ ദ ത്രെഡ്, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് ആണോ, സെൽഫ് റിവ്യൂ ത്രെഡ് ആണോ, ഫെമിലിയറിറ്റി ത്രെഡ് ആണോ, ആഡ്വക്കസി ത്രെഡ് ആണോ, ഇന്റിമിഡേഷൻ ആണോ, വാട്ട് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ടു ഇൻഡിപെൻഡൻസ്. ഇതൊരു MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. MCQസിൽ ഡയറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻസിൽ ഇൻഡിപെൻഡൻസ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ്, ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ്, അത് പഠിച്ചു വയ്ക്കുക. ത്രെഡ്സ് ടു ഇൻഡിപെൻഡൻസ് നോക്കി വയ്ക്കുക, MCQയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ SA 210 210 and 220 കൂടി ചാപ്റ്റർ 11 കവർ ചെയ്യുന്നത്. 210 SA 210 നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻഗേജ്മെന്റ് ലെറ്റർ എന്ന് വെച്ചാൽ എന്താണ്, എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കണ്ടന്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. ഓക്കെ, എൻഗേജ്മെന്റ് ലെറ്ററിന്റെ വാട്ട് ഈസ് എൻഗേജ്മെന്റ് ലെറ്റർ, വാട്ട് ആർ ഇറ്റ്സ് കണ്ടന്റ്സ്, അതിൻ്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഏതൊക്കെ സിറ്റുവേഷനിൽ ഈ എൻഗേജ്മെന്റ് ലെറ്റർ റിവിഷൻ ചെയ്യണം, റിവിഷൻ ഇൻ എൻഗേജ്മെന്റ് ലെറ്റർ എപ്പോഴെല്ലാം റിവൈസ് ചെയ്യണം, അത് ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാം. ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ് അടുത്ത അറ്റംപ്റ്റിൽ. റിവിഷൻ എൻഗേജ്മെന്റ് ബൈ ദി ഓഡിറ്റർ, റിവിഷൻ ബൈ ദി ഓഡിറ്റർ ആണ്. ഓഡിറ്റർ എപ്പോഴായിരിക്കണം എൻഗേജ്മെന്റ് റിവൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരിക, ദാറ്റ് ഇസ് കൺസിഡർഡ് ഇമ്പോർട്ടൻ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലയന്റ് റിവിഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ക്ലയന്റ് റിക്വസ്റ്റ് ഫോർ റിവിഷൻ ഇൻ എൻഗേജ്മെന്റ്, റിക്വസ്റ്റ് ഫോർ റിവിഷൻ, ക്ലയന്റ് ആണ് എൻഗേജ്മെന്റിന്റെ ടേംസ് റിവൈസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ റെസ്പോൺസ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നമ്മൾ പറഞ്ഞു മറ്റേ അതിനൊരു റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ നോക്കണം. ആൻഡ് ഇഫ് ദ റിവിഷൻ ഇൻ ദ ടേംസ് ഓഫ് എൻഗേജ്മെന്റ് ഇസ് ഗോയിങ് ടു റിസൾട്ട് ഇൻ ഓഡിറ്റ് ഗിവിംഗ് എ ലോവർ ലെവൽ ഓഫ് അഷുറൻസ്, അങ്ങനെയാണെങ്കിൽ എന്താണ്, ഓർമ്മയുണ്ടല്ലോ, ഓഡിറ്റിനെ മാറ്റിയിട്ട് റിവ്യൂ ആക്കുവാണെങ്കിൽ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്, ഓഡിറ്റിനെ മാറ്റി റിവ്യൂ ആക്കുവാണെങ്കിൽ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്,
സോറി ഓഡിറ്റ് ചെയ്യാൻ പറ്റിയ റിവ്യൂ ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ട് റിലേറ്റഡ് സർവീസ് ആക്കുകയാണെങ്കിൽ ആ ഒരു പോസിബിലിറ്റീസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അക്സെപ്റ്റൻസ് ഓഫ് ചേഞ്ച് ഇൻ എൻഗേജ്മെന്റ് എന്നുള്ള ടോപ്പിക്കാണ് സംഭവം. അത് നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. SA-210 മെയിൻ ഏരിയ അതാണ്. നൗ കമ്മിങ് ടു SA-220. SA-220 വരുമ്പോഴത്തേക്കും 220 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ആ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, പ്രിൻസിപ്പിൾസ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. 6 പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ 6 പ്രിൻസിപ്പിൾസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് എത്തിക്കൽ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ്, എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡിപെൻഡൻസ്, അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, ഹ്യൂമൻ റിസോഴ്സ്, എൻഗേജ്മെന്റ്, പെർഫോമൻസ് ആൻഡ് മോണിറ്ററിംഗ്. ഈ 6 പ്രിൻസിപ്പിൾസ് നന്നായി പഠിക്കണം. ഈ 6 പ്രിൻസിപ്പിൾസിന് പ്രത്യേകത എന്താണ്? ഈ 6 പ്രിൻസിപ്പിൾസിനകത്തും ഫേം എന്തൊക്കെ ചെയ്യണമെന്ന് SQC-1 എൻഗേജ്മെന്റ് പാർട്ണർ എന്തൊക്കെ ചെയ്യണമെന്ന് SA-220 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ടെക്സ്റ്റ് IC മെറ്റീരിയൽ എല്ലാം കൂടി കൂട്ടിക്കുഴഞ്ഞിട്ടാണ് നമുക്കത്. ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ടല്ലോ, ഡാർക്ക് ബുള്ളറ്റ് പോയിന്റ്, വെള്ള ബുള്ളറ്റ് പോയിന്റ്. നിങ്ങൾ ഇനി അത് ബോർഡടിച്ചിട്ട് വെള്ള ബുള്ളറ്റ് പോയിന്റിനെ കറുപ്പിച്ചൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ കറുപ്പും വെളുപ്പും ഒക്കെ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഓരോ പ്രിൻസിപ്പിൾസിലും എന്താണ് എൻഗേജ്മെന്റ് പാർട്ണർ ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ഫേം ചെയ്യേണ്ടതെന്നുള്ള കാര്യം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ വെള്ളം കുടിച്ചു. നിങ്ങൾ മിക്കവാറും മുഖം ചുളിച്ച് കാണും. കാരണം കുറേ പിള്ളേരൊക്കെ ഒന്ന് തളർന്ന് വീഴുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന 6 പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ട് എൻഗേജ്മെന്റ് പാർട്ണർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേമിൻ്റെ കാര്യം ഓർമ്മ വരും. അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ചിട്ട് ഫേം ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻഗേജ്മെന്റ് പാർട്ണറിൻ്റെ ഓർമ്മ വരും. ചിലപ്പോൾ ഇതൊന്നും ഓർമ്മ വന്നില്ലെന്നിരിക്കും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് സാധാരണ സംഭവിക്കുന്നത്. 6 പ്രിൻസിപ്പിൾസ് ഉണ്ട് പിള്ളേരെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ബാക്കി പ്രിൻസിപ്പിൾസ് പഠിക്കേണ്ടതല്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ഒരു ഗാമ്പിളാണ് ചെയ്യുന്നത്. മൈ അഡ്വൈസ് ഇസ് സ്റ്റഡി ദ ഹോൾ തിങ്. 6 പ്രിൻസിപ്പിൾസ് പഠിക്കുക. ബട്ട് ദെൻ ഒരു ലാസ്റ്റ് മിനിറ്റ് എന്നൊരു ഇതിൽ ഒരു എംഫസിസ് കൊടുത്തുകൊണ്ട് ഇഫ് യു ആർ റെഡി ടു ടേക്ക് ദ റിസ്ക് അറ്റ് യുവർ ഓൺ. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്ട് ടു റിസ്ക് എന്നൊക്കെ പറയുന്ന പോലെ ഡിസ്ക്ലൈമർ പറയാം. റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്ന ഈ സംഭവങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തോ. 6 പ്രിൻസിപ്പിൾസിൽ തന്നെ ഈ എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്, ഓക്കെ, എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ഇൻഡിപെൻഡൻസിൽ വരുന്ന SQC പോയിന്റ്സ്, ഫേം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻഗേജ്മെന്റ് പാർട്ണർ ചെയ്യുന്നതിനേക്കാളും ഫേം. കാരണം അതിലാണ് ഈ ക്ലയന്റിന്റെ ഇന്റഗ്രിറ്റി നോക്കാൻ വേണ്ടി. ഇത് ഇത്തവണ സെപ്റ്റംബർ RTP-യിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിത്ത് റിഗാർഡ് ടു ഇന്റഗ്രിറ്റി ഓഫ് ദ ക്ലയന്റ് മാറ്റേഴ്സ് ദ ഫേം ഷുഡ് കൺസിഡർ. ഇത് ഇത്തവണ RTP-യിലൊക്കെ വന്നു. സോ മേ ബി നെക്സ്റ്റ് ടൈം എക്സാമിൽ വരാൻ ചാൻസ് ഉണ്ട്. സെപ്റ്റംബറിലത്തെ RTP-യിൽ വന്നു. സോ ജാനുവരിയിലത്തെ എക്സാമിന് വേണ്ടിയിട്ട്. സോ യെസ്, 6 പ്രിൻസിപ്പിൾസിൽ ഈ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കി വെച്ചോ. എത്തിക്കൽ റിക്വയർമെന്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡിപെൻഡൻസിൽ ഫേം ചെയ്യാനുള്ള കാര്യം SQC-1 റിക്വയർമെന്റ്, SQC റിക്വയർമെന്റ് അത് ഓർത്ത് വെച്ചോ. പിന്നെ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ട്, സോറി, അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പിലാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാറിപ്പോയി. അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പിലാണ് ഈ SQC-1 റിക്വയർമെന്റ് വരുന്നത് കേട്ടോ. എത്തിക്കൽ റിക്വയർമെന്റ്സ് എന്നുള്ള പോയിന്റിൻ്റെ അകത്ത് ഒരു സെക്കൻഡ്, എത്തിക്കൽ റിക്വയർമെന്റ്സിൻ്റെ അകത്ത് വലിയ സീൻ വരാൻ ചാൻസ് ഇല്ല. ഇത് നോക്കി വെച്ചോ, അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്. ഞാൻ അഗെയിൻ പറയുവാണ്, ഇത് നിങ്ങളുടെ ഒരു റിസ്ക് എലമെന്റ് ആണ് കേട്ടോ. ഇതിൽ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ് എന്നുള്ള ആ പോയിന്റ് അതൊന്ന് നോക്കി വെക്കുക. അത് തന്നെ ഫേം ചെയ്യാനുള്ള കാര്യങ്ങൾ SQC-1 ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് പാർട്ട്ണർ ചെയ്യേണ്ട കാര്യവും നോക്കി വെക്കാം കേട്ടോ. ഫേം ചെയ്യേണ്ട കാര്യം, ഓൾസോ എൻഗേജ്മെന്റ് പാർട്ട്ണർ ചെയ്യേണ്ട കാര്യം SA-220 അത് നോക്കുക. ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ചിട്ട്, HR പോളിസീസിനെ സംബന്ധിച്ചിട്ട് ഫേം ചെയ്യാനുള്ള കാര്യങ്ങൾ, HR പോളിസീസിനെ സംബന്ധിച്ചിട്ട് ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ, എനിക്ക് 10ാമത്തെ പോയിന്റാണിത്, ഹ്യൂമൻ റിസോഴ്സിൻ്റെ. പിന്നെ 4ാമത്തെ പോയിന്റ്, ഹ്യൂമൻ റിസോഴ്സിനെ ഫേം എന്താണ് SQC-1 ചെയ്യേണ്ടത് അതൊന്ന് നോക്കി വെക്കുക. പിന്നെ എൻഗേജ്മെന്റ് പെർഫോമൻസിനെ സംബന്ധിച്ചിട്ട് അഗെയിൻ ഓഡിറ്റർ ചെയ്യേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. എൻഗേജ്മെന്റ് പെർഫോമൻസ് എന്ന പോയിന്റിൽ, എൻഗേജ്മെന്റ് പെർഫോമൻസ് എന്നുള്ള പോയിന്റിൽ
എൻഗേജ്മെന്റ് പാർട്ട്ണർ എന്ത് ചെയ്യണം എന്ന് SA-220 പറയുന്നുണ്ട്. അത് നോക്കി വെക്കുക. അതിൽ ഈ മറ്റേ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവറിന്റെ പോയിന്റ് കൂടി കവേർഡ് ആണ്. സോ ദാറ്റ് ഇസ് ഓൾ ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യെസ്, ദാറ്റ്സ് ഇറ്റ്. മോണിറ്ററിങ്ങിനെ പറ്റൊക്കെ ഈ MCQs ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഫേമിന്റെ ക്വാളിറ്റി കൺട്രോളിന് ആവശ്യമായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും റെലവെന്റും ആഡിക്വേറ്റും ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആണോ എന്ന് നോക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതാണ് മോണിറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ യെസ്, ഈ ഒരു എസ്സേന്ന് യെസ് കുറച്ച് ഹെവിയാണ്. 6 പ്രിൻസിപ്പിൾസ്. ഓരോ പ്രിൻസിപ്പിൾസിലും ഫേം എന്ത് ചെയ്യണം, ഇയാൾ എന്ത് ചെയ്യണം, എൻഗേജ്മെന്റ് പാർട്ണർ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിലും ഈ 3 സാധനമെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അക്സെപ്റ്റൻസ് ഓഫ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് ലീഡർഷിപ്പ് എന്നുള്ള പ്രിൻസിപ്പിളിൽ SQC1 ആൻഡ് SA-220 റിക്വയർമെന്റ്. HR പോളിസീസിനെ സംബന്ധിച്ചിട്ട് SQC1 റിക്വയർമെന്റ്, എൻഗേജ്മെന്റ് പെർഫോമൻസിൽ SA-220 റിക്വയർമെന്റ്. ഇത് നോക്കി വെക്കുക എന്തായാലും. ഓക്കെ, ഇതാണ് നമ്മളുടെ ചാപ്റ്റർ 11ത്തെ ടോപ്പിക്സ്. സോ ചാപ്റ്റർ 1 നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ 1 മുഴുവനായിട്ട് പഠിക്കാൻ പറ്റും. ആൻഡ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഏരിയ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ 11ഉം തറോ ആയിട്ട് ഫുൾ കവർ ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഓക്കെ ആണോ? ദിസ് ഇസ് ഇറ്റ്. ഇതാണ് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 1ൻ്റെ 11ൻ്റെ അവസ്ഥ. അതിനുശേഷം നിങ്ങൾ പഠിക്കാനുള്ളത്, നെക്സ്റ്റ് ഡേ പഠിക്കാനുള്ള ടോപ്പിക് ചാപ്റ്റർ 6. ചാപ്റ്റർ 6 വന്നിട്ട് നമ്മളുടെ ഏതാണ്, ഓഡിറ്റ് സ്ട്രാറ്റജി പ്ലാനിങ്ങിൻ്റെ ഏരിയ ആണ്. ഓക്കെ, ചാപ്റ്റർ 1 കഴിഞ്ഞു, ചാപ്റ്റർ 11 കഴിഞ്ഞു, ചാപ്റ്റർ 6 ചാപ്റ്റർ 6ഉം ചാപ്റ്റർ 4 ചാപ്റ്റർ 6 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ, മറ്റേ 300 വരാൻ പോകുന്നത് ചാപ്റ്റർ 2ലാണ്. ചാപ്റ്റർ 6 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ആണ്. ചാപ്റ്റർ 6ഉം 4ഉം കൂടി ചേർന്നിട്ടാണ് 12 മുതൽ 18 മാർക്കിന് വെയിറ്റേജ്. ചാപ്റ്റർ 6 എന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ചാപ്റ്റർ 6 is basically your SA-230 topics. ഒരു മിനിറ്റ്, this is basically your SA-230 topics. SA-230 അകത്തുനിന്ന് what I would like to highlight is ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ബട്ട് ഓഡിറ്റ് ഡോക്യുമെന്റേഷന്റെ പർപ്പസ് നോക്കി വെച്ചോളൂ. ഓഡിറ്റ് ഡോക്യുമെന്റേഷന്റെ SA-230 ആണ് സംഭവം. SA-230 ഓഡിറ്റ് ഡോക്യുമെന്റേഷന്റെ ഡെഫിനേഷനും ഒബ്ജക്റ്റീവും MCQസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സിൽ അവർ വേണമെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സ് ഷഫിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ ഒരു വേർഡ് ഒമിറ്റ് ചെയ്തിട്ടോ ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. സോ SA-230 ഓഡിറ്റ് ഡോക്യുമെന്റേഷന്റെ ഡെഫിനിഷൻ, അതേപോലെ തന്നെ ഓഡിറ്റ് ഡോക്യുമെന്റേഷന്റെ ഈ ഒബ്ജക്റ്റീവ്സ് അത് ഒന്ന് നോക്കി വെക്കുക. പിന്നെ ദ ഫോം, കണ്ടന്റ് ആൻഡ് എക്സ്റ്റെൻഡ്, ദ ഫോം, കണ്ടന്റ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, ഡെഫിനേഷനും ഒബ്ജക്റ്റീവ്സും പഠിക്കുമ്പോൾ എക്സാമ്പിളും കൂടി നോക്കിക്കോണേ. ഓഡിറ്റ് ഡോക്യുമെന്റേഷന്റെ ആ ഒരു ഏരിയയിൽ നിന്ന് MCQs കാണാറുണ്ട്. MCQ വരാനുള്ള പർപ്പസ് ആണ് ഈ ടോപ്പിക്. ഫോം, കണ്ടന്റ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെന്റേഷനിൽ കുറച്ച് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അഡ്വാൻറ്റേജ് ഒന്നും മറ്റു സമയം ഉണ്ടാകും. ഫോം, കണ്ടന്റ്, എക്സ്റ്റെൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചെടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ യെസ്, വാട്ട് ആർ ദി ഗിവ് ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്. ഇത് സ്ഥിരമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് പാർട്ടിപ്പിയിലും പാസ്റ്റ് എക്സാമിനൊക്കെ റീസൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് നോക്കി വെച്ചോ. എക്സാമ്പിൾസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ടു ബി ഡോക്യുമെന്റഡ്. എക്സാമ്പിൾസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ടു ബി ഡോക്യുമെന്റഡ്. ഡോക്യുമെന്റ് ചെയ്യപ്പെടാനുള്ള സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ഈ ഏരിയയിലത്തെ ഒരു ഹൈലൈറ്റ് ടോപ്പിക്കായിട്ട് ഞാൻ അത് പറയും. ചാപ്റ്റർ 6 ഇമ്പോർട്ടൻ്റ് ആയേക്കാവുന്ന ഏരിയാസിൽ ഞാൻ അത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. എക്സാമ്പിൾസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ടു ബി ഡോക്യുമെന്റഡ്. പിന്നെ SA-230 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള സംഭവം ഈ വർക്കിംഗ് പേപ്പേഴ്സ് എത്ര വർഷം കീപ്പ് ചെയ്യണം, ഓഡിറ്റ് ഫയൽ എത്ര വർഷം കീപ്പ് ചെയ്യണം, വർക്കിംഗ് പേപ്പേഴ്സ് എത്ര ദിവസത്തിനകത്ത് ഫയലാക്കി മാറ്റണം, അതെല്ലാം ആ 60 ഡേയ്സിന് കണക്ക് 7 ഇയേഴ്സ് കീപ്പ് ചെയ്യണം. ദാറ്റ് ടോപ്പിക് MCQs പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി വെച്ചോളൂ. അതൊന്നും പഠിക്കാൻ പറയേണ്ട ആവശ്യമില്ല, പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ 2 ഫാക്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഓഡിറ്റ് ഫയലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം അതൊന്ന് നോക്കി വെച്ചോ. ഓഡിറ്റ് ഫയലിനെ സംബന്ധിക്കുന്ന തിയറി ഒന്ന് നോക്കി വെക്കുക. പിന്നെ ലാസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നില്ല, ലാസ്റ്റ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ആരുടെ പ്രോപ്പർട്ടിയാണ്? ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ഇസ് ദ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ഓഫ് ദി ഓഡിറ്റർ എന്ന് പഠിച്ചില്ലേ? ഇസ് ദ
exclusive property of the auditor. The auditor may at his discretion make portions or extracts available to the clients or even other auditors. ഈ അതർ ഓഡിറ്ററിലെ ബ്രാഞ്ച് ഓഡിറ്റർ ഉൾപ്പെടും. അപ്പോൾ ബ്രാഞ്ച് ഓഡിറ്ററിന്റെ ബുക്സ് പ്രിൻസിപ്പൽ ഓഡിറ്റർ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്താണ് നമ്മുടെ അതിന്റെ റെസ്പോൺസ് എന്താണ്, ലൈക്ക് വാട്ട് ഇസ് ദ കറക്റ്റ് ഒപ്പീനിയൻ ദർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ കേസ് സ്റ്റഡി ആയിട്ട് അവർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ ചോദിക്കാം. കേസ് സ്റ്റഡി MCQs ഇല്ല, അവർക്കൊരു ജസ്റ്റ് യു ആർ അപ്പോയിന്റഡ് ആസ് ഓഡിറ്റർ ഓഫ് എ കമ്പനി, യു റിക്വസ്റ്റഡ് ഫോർ ദ വർക്കിംഗ് പേപ്പേഴ്സ് ഓഫ് ദ ബ്രാഞ്ച് ഓഡിറ്റർ, ദേ ഡിനൈഡ് ഇറ്റ്, വാട്ട് ഇസ് ദർ, ഈസ് ദ കണ്ടൻസ് ഓഫ് ദ ബ്രാഞ്ച് ഓഡിറ്റർ കറക്റ്റ്, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഒന്ന് നോക്കി വെച്ചോളൂ. SA 230 ഇത്രയും പഠിച്ചിരുന്നാൽ മതി, വേറെ ഒന്നുമില്ല. ഓഡിറ്റ് ഫയലിന്റെ തിയറിയും പിന്നെ matters auditors rights where clients or other auditors seek access to working papers, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ യെസ്, അത്രയേ ഉള്ളൂ ചാപ്റ്റർ 6ന്റെ പരിപാടി. ഓക്കെ, ചാപ്റ്റർ 6ന്റെ പരിപാടി അവിടത്തെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്റർ 6 കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഏതാണ് ചാപ്റ്റർ, പിന്നെ ഞാൻ എഴുതിയേക്കുന്നത് ചാപ്റ്റർ 2. ചാപ്റ്റർ 2 SA 300 ടോപ്പിക്സാണ്. ബട്ട് ഈ ചാപ്റ്റർ 6 കഴിഞ്ഞിട്ട് ചാപ്റ്റർ 2 പോകുന്നതിന് മുമ്പായിട്ട് ഈ ബിറ്റ്വീൻ 230 SA 230യുടെയും SA 300യുടെയും ഇടയിൽ നമുക്കറിയാം, നമുക്ക് സിലബസിൽ 260, 265, 299 അങ്ങനെ 3 essay പഠിക്കാറുണ്ട്. 260, 265 ഈ 2 ചാപ്റ്റേഴ്സ് കിടക്കുന്നത് essay കിടക്കുന്നത് ചാപ്റ്റർ 7ലും 299 കിടക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ചാപ്റ്ററിലുമാണ്. അതുകൊണ്ട് നമ്മളുടെ മോക്ക് ടെസ്റ്റ് പേപ്പർ, ഇപ്പോൾ വരാൻ പോകുന്ന ടെസ്റ്റ് പേപ്പർ, ട്രിപ്പിൾ സ്റ്റുഡൻസിന് വരാൻ പോകുന്ന ഈ മോക്ക് ടെസ്റ്റിൽ ജോയിന്റ് ഓഡിറ്റിന്റെ കണ്ടന്റ് ഇല്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ ആ ടോപ്പിക്ക് പറയുന്നില്ല, അത് അടുത്ത വീഡിയോ സെഗ്മെന്റിൽ അടുത്ത മോക്ക് ടെസ്റ്റ് പേപ്പറിന് വേണ്ടി പറയാം. ഇപ്പോൾ ടെസ്റ്റ് പേപ്പറിന് പഠിക്കാനുള്ള ഏരിയാസ് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് യെസ്, 260, 265, 299 ഇങ്ങനെ 3 essays ഉണ്ട്. 299 കിടക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ചാപ്റ്ററിലാണ്. ദാറ്റ് വിൽ ബി ഇൻ യുവർ നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ്. സോ ഞാനത് അടുത്ത വീഡിയോ സെഗ്മെന്റിലായിരിക്കും 299 അകത്ത് എന്ത് പഠിക്കണം എന്ന് പറയുന്നത്. 260, 265 ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കേണ്ട essay ഉള്ളൂ. അതിൻ്റെ അകത്ത് വലിയ ഒരു ഹൈലൈറ്റ് ടോപ്പിക്സ് വരാൻ ചാൻസ് ഇല്ല. ചെറിയൊരു സംഭവമുണ്ട്, അത് ഞാൻ ചാപ്റ്റർ നമ്പർ 7ന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ പറയാം. നിങ്ങൾ എന്തായാലും ഈ ചാപ്റ്റർ 1ഉം 11ഉം 6ഉം പഠിച്ചതിന് ശേഷം യു കം ടു ചാപ്റ്റർ നമ്പർ 2. നമുക്ക് ചാപ്റ്റർ നമ്പർ 2 പിന്നെ പഠിക്കാം. ചാപ്റ്റർ 2 വരിക. ചാപ്റ്റർ 2 വരുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ചാപ്റ്റർ 2 എന്ന് വെച്ചാൽ നിങ്ങളുടെ SA 300 ആണ്. ഓക്കെ, SA 300ൽ നമുക്ക് പഠിക്കാനുള്ള സംഭവം ഓഡിറ്റ് സ്ട്രാറ്റജി. Very important. Audit strategy is very important. Audit strategy, how to develop an audit strategy. 5 point. Identifying the characteristics of the engagement, ascertaining the reporting objective, അത് റീസെന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചു. The factors that are required in directing the engagement team's effort, May 24 attempt ചോദിച്ചു. പിന്നെ consider the result of PEA, ascertain the NTE of resources. എന്തൊക്കെയാണ് ഈ NTE, നേച്ചർ ഡൈമെൻഷൻസ് ഓഫ് റിസോഴ്സസ് വെച്ചാൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ആ ക്വാളിറ്റി ഓഫ് റിസോഴ്സസ്, ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ്, അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചാപ്റ്റർ 2ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക് എനിക്ക് പറയാനുള്ളത് SA 300 ആണ് നമ്മുടെ കഥാപാത്രം. SA 300ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് പറയാനുള്ള ഫസ്റ്റ് സാധനം സ്ട്രാറ്റജി. ഹൗ ടു ഡെവലപ്പ് എൻ ഓഡിറ്റ് സ്ട്രാറ്റജി. ആ ഓഡിറ്റ് സ്ട്രാറ്റജിക്ക് അകത്ത് തന്നെ 5 എലമെന്റ്സ് ഉണ്ടല്ലോ. ഹൗ ടു ഡെവലപ്പ് ഓഡിറ്റ് സ്ട്രാറ്റജി 5 എലമെന്റ്സ് ഉണ്ട്. ആ 5 എലമെന്റ്സ് identifying the characteristics of the engagement, identifying the characteristics of engagement, ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതിന് ഒന്നാമത് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെന്റ് നോക്കിയാൽ 4 പോയിന്റ് ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം 4 പോയിന്റ് ക്വസ്റ്റ്യൻ ടോപ്പിക് ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ ഞാൻ രണ്ടാമതൊരു കാര്യം, ഇത് ഡേഞ്ചർ എന്ന് പറയാൻ കാരണം, റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സും ഫാക്ടേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ഇൻ ഡയറക്റ്റിംഗ് എൻഗേജ്മെന്റ് ടീംസ് എഫർട്ടും അത് റീസെന്റ് ആയിട്ട് RTPയിലൊക്കെ വന്നു, എക്സാമിനും വന്നു. സോ ഈ ഒരു ടോപ്പിക് അവർ ഇങ്ങനെ എവിടെ തൊടാണ്ട് വെച്ചിരിക്കുകയാണ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഐഡന്റിഫൈങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെന്റ് എന്തായാലും പഠിച്ചോ, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ മറ്റേ ഐഡന്റിഫൈങ് ദ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ്, ഐഡന്റിഫൈങ് അല്ല, ascertaining the reporting objectives, അത് പഠിക്കണം. factors that are required to direct the engagement team's effort, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 എന്തായാലും സ്ട്രാറ്റജിന്ന് ഈ ഹെഡിങ്സ് എന്തായാലും പഠിച്ചേ പറ്റും. ഫാക്ടേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എൻഗേജ്മെന്റ് ടീംസ് എഫർട്ട് ഒക്കെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ചോദിച്ചു, May 24 ചോദിച്ചു.
പിന്നെ ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജി, അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് റിസോഴ്സ് ഡിപ്ലോയ്മെന്റ്, ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് ടു ഡിപ്ലോയ്, ടൈമിംഗ് ഓഫ് ഡിപ്ലോയ്മെന്റ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സ് ആയിരിക്കും, സിമ്പിൾ ടോപ്പിക്സാണ്. അന്ന് ലാസ്റ്റ് മിനിറ്റ് വായിച്ച സമയം കളയണ്ട. പിന്നെ പ്ലാനിലോട്ട് വരിക. പ്ലാനിൽ ഓഡിറ്റ് പ്ലാൻ എന്താണ്, എഫക്റ്റീവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കും. പ്ലാൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഡിസ്ക്രീറ്റ് ആക്ടിവിറ്റി അല്ല. സ്ട്രാറ്റജിയും പ്ലാനും ഇന്റർലിങ്ക്ഡ് ആണ്, അത് സീക്വൻഷ്യൽ അല്ല പക്ഷെ കോൺസിക്വൻഷ്യൽ പ്രോസസ്സാണ്. അങ്ങനത്തെ കുറേ തിയറിയൊക്കെ ഓഡിറ്റ് പ്ലാനിനെ സംബന്ധിച്ചിട്ടുണ്ട്. സോ ഓഡിറ്റ് പ്ലാൻ്റെ ആ ഒരു ഇനീഷ്യൽ തിയറി ഒന്ന് വായിച്ചു വെച്ചോ. ഓക്കെ, അത് MCQസിന്, ഇത് ഈ കാണിക്കുന്നതെല്ലാം ഡിസ്ക്രിപ്റ്റീവിന് വരുന്നതാണ്. ഈ സ്ട്രാറ്റജിയിൽ ഇപ്പോൾ ചോദിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഈ പോയിന്റ്സ് ഒക്കെ ഡിസ്ക്രിപ്റ്റീവിന് ചോദിക്കാൻ ചാൻസ് ഉള്ള സംഭവങ്ങളാണ്. നൗ പ്ലാനിലത്തെ ആദ്യം കുറച്ച് പറയുന്ന ഒരു തിയറി ഉണ്ട്, പ്ലാനിൻ്റെ ഇൻട്രോ തിയറി ഉണ്ട്. ആ ഇൻട്രോ തിയറി ഒന്ന് നോക്കി വെക്കുന്നത് MCQസിന് സഹായകമാകാൻ ചാൻസസ് ഉണ്ട്. അതിനുശേഷം പ്ലാനിൻ്റെ ഹൗ ടു ഡെവലപ്പ് ആൻ ഓഡിറ്റ് പ്ലാൻ, പ്ലാനിങ്ങിൽ അത് ഒരുപാട് തവണ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എലമെന്റ്സ് എന്തൊക്കെയാണ്, ഹൗ ടു ഡെവലപ്പ് ആൻ ഓഡിറ്റ് പ്ലാൻ, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ആയിട്ട് പ്ലാനിനെ പറ്റിയിട്ട് ഈ പറയുന്ന ഓഡിറ്റ് പ്ലാൻ ഷുഡ് ബി മെയ്ഡ് ടു കവർ ദ ഫോളോയിങ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 പോയിന്റ് അല്ലേ. Every plan should include a description of the RAP, FAP and other procedures we will do as per other analysis, and plan should be made to cover the following things എന്ന് പറഞ്ഞിട്ട് ഒരു ABCD 4 പോയിന്റ്. സോ ഹൗ ടു ഡെവലപ്പ് an audit plan, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ടു ഡെവലപ്പ് an audit plan, ആ പോയിന്റ്സ് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ തന്നെ നോക്കി വെച്ചോ, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലാനിങ്, റെലവൻസ് ഓഫ് പ്ലാനിങ്ങിന്, പ്ലാനിങ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. സോ അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാനും ചോദിക്കാൻ വളരെ ചാൻസസ് കൂടുതലാണ്. ഒരു ഹൈലൈറ്റ് ഏരിയ ആയിട്ട് തന്നെ പറയാവുന്ന സംഭവമാണ്. പിന്നെ ചേഞ്ചസ് ടു പ്ലാനിങ് ഡിസിഷൻസ് ഉണ്ടെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യണം, അതൊക്കെ സിമ്പിൾ ടോപ്പിക്സ് ആണ്. ഓഡിറ്റ് പ്രോഗ്രാമിൽ വരാൻ ചാൻസ് ഉള്ള സംഭവം പീരിയോഡിക് റിവ്യൂ. ഓഡിറ്റ് പ്രോഗ്രാമിന്റെ പീരിയോഡിക് റിവ്യൂവിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതായത് പീരിയോഡിക് റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാം ഒബ്സുലീറ്റ് ആയിട്ട് മാറും. ഒബ്സുലീറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രോഗ്രാം പ്രകാരം ഓഡിറ്റ് ചെയ്യുന്നത് പ്രൊഫഷണൽ നെഗ്ലിജൻസ് ആണെന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. സോ പീരിയോഡിക് റിവ്യൂ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, അതിന്റെ ആവശ്യകത എന്താണ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോ. അത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് നോക്കി പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഡെവലപ്പിംഗ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം പാസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ദെൻ ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷന്റെ എംഫസിസ് ഞാൻ അതിന് കൊടുക്കുന്നില്ല. ഇത് ആക്ച്വലി ഞാൻ ഒരു ഗാമ്പിളാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു കാര്യം വരില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ലാസ്റ്റ് മിനിറ്റ് റിവിഷന്റെ ഒരു കോണ്ടെക്സ്റ്റ് ചിന്തിക്കുമ്പോൾ എന്ത് വേണം, നിങ്ങൾ എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, വേണമെന്നോ വേണ്ടെന്നോ? നിങ്ങൾക്ക് വേണ്ട എന്ന് കേൾക്കാനായിരിക്കും ആഗ്രഹമെങ്കിലും എനിക്കതങ്ങ് കളയാൻ തോന്നുന്നില്ല. ഡെവലപ്പിംഗ് ഓഡിറ്റ് പ്രോഗ്രാം, പോയിന്റ്സ് ടു ബി കൺസിഡർഡ് ആൻഡ് ഡെവലപ്പിംഗ്, പോയിന്റ്സ് ടു ബി കെപ്റ്റ് ഇൻ വ്യൂ ഫോർ ഓഡിറ്റ് പ്രോഗ്രാം കൺസ്ട്രക്ഷൻ. അങ്ങനെ ഇത് രണ്ടും പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, ഇത് പലപ്പോഴും മാറി മാറി ചോദിക്കുകയും ചെയ്യും. ഇത് ഈ ഫസ്റ്റ് ഹൗ ടു ഡെവലപ്പ് ഓഡിറ്റ് പ്രോഗ്രാം ചോദിച്ചാൽ താഴത്തെ പോയിന്റ്സും, താഴത്തെ കാര്യം ചോദിച്ചാൽ മറ്റതും മാറി പോകാറുണ്ട് കുട്ടികൾക്ക്. സോ യെസ്, നിങ്ങളത് നോക്കി വെച്ചേക്കടെ, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ റിസ്ക് എടുക്കണ്ട, നിങ്ങളത് നോക്കിയേക്കും. ഹൗ ടു ഡെവലപ്പ് an ഓഡിറ്റ് പ്രോഗ്രാം, നമ്മൾ നേരത്തെ ഹൗ ടു ഡെവലപ്പ് an ഓഡിറ്റ് പ്ലാൻ പറഞ്ഞില്ലേ, ഹൗ ടു ഡെവലപ്പ് an ഓഡിറ്റ് പ്രോഗ്രാം, ഹൗ ടു ഡെവലപ്പ് an ഓഡിറ്റ് പ്രോഗ്രാം ആൻഡ് factors to consider, matters to consider, points to be kept in view. Okay, points to be kept in view, points to be kept in view, അത് നോക്കിക്കോ. ഓഡിറ്റ് പ്രോഗ്രാം കൺസ്ട്രക്ഷൻ അതൊന്ന് വായിച്ചു വെച്ചോ. ഞാൻ ഹൈലൈറ്റ് ചെയ്തൊന്നും വെക്കുന്നില്ല, പക്ഷെ അതൊന്ന് നോക്കിക്കുന്നത് റിസ്ക് നല്ല അത് കുറയ്ക്കും. അത് അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം ഒക്കെ മറ്റേ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ സെയിം അഡ്വാൻറ്റേജസിൽ വരുന്ന സംഭവങ്ങളാണ്. ഡിസഡ്വാൻറ്റേജ് ഒക്കെ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി, അതിലധികം സമയം കളയണ്ട. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഏത് ഈ ചാപ്റ്റർ 2 നിന്നും പഠിക്കാനുള്ള ടോപ്പിക്. ചാപ്റ്റർ 1, 11, 6 and 2 ഇത് ഇത്രയും തീർന്നു. ഓക്കെ ആണോ? ഫസ്റ്റ് ഞാൻ ഇടാൻ പോകുന്ന നമ്മുടെ മോക്ക് ടെസ്റ്റിൽ 6 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 1 ഏതൊക്കെ പഠിക്കണം, അതിൽ ഏതാണ് ഹൈലൈറ്റ് ഏരിയ. ചാപ്റ്റർ 11 ഏതൊക്കെ പഠിക്കണം, അതിൽ ഏതൊക്കെയാണ് ഹൈലൈറ്റ് ടോപ്പിക്സ്. ചാപ്റ്റർ 6 ഏത് പഠിക്കണം, അതിലെന്താണ് ഹൈലൈറ്റ് ടോപ്പിക്. ആൻഡ് ചാപ്റ്റർ 2 നിന്നും അപ്പോൾ ഈ ഓർഡർ തന്നെ പഠിച്ചു പോവാ. ചാപ്റ്റർ 1, 11, 6, 2 ഇത്രയും ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കിൻ്റെ വെയിറ്റേജ് ആയി കഴിഞ്ഞു? ചാപ്റ്റർ 1 എന്ന് പറയുമ്പോൾ ഒരു 4 മുതൽ 6 മാർക്ക് വരെ. ചാപ്റ്റർ 11 വന്നിട്ട് 8 മുതൽ 10 മാർക്ക് വരെ. ചാപ്റ്റർ 6ഉം 4ഉം കൂടി ചേർന്നിട്ടാണ് 12 മാർക്ക്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു 6 മാർക്കെന്നോ 4 മാർക്ക് നല്ല മെച്ചം. ഇപ്പോൾ 4, 8, 12, 12ഉം 4ഉം 16, 16ഉം
ഒരു 8 കൂട്ടിക്കും ഓഡിറ്റ് സ്ട്രാറ്റജി. ഒരു 10-24 മാർക്കിന്റെ ടോപ്പിക്സ് ആയി. ഇനി അടുത്ത ഏരിയാസ് എന്തൊക്കെയാണ്? ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഏതാ? ചാപ്റ്റർ നമ്പർ 7. ഇവിടെയാണ് നിങ്ങൾ ഇനി കുറച്ച് ചാപ്റ്റർ 7ഉം 8ഉം കുറച്ച് ഹെവിയാണ്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഷെഡ്യൂളിൽ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ഓർഡറിൽ മാക്സിമം പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. ആൻഡ് ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 6 ഒന്നും ഒരു ഫുൾ ഡേ എടുത്തൊന്നും പഠിച്ച് അതിന് അങ്ങനെയൊന്നും സമയം കളയരുത്. ഓക്കെ, ചാപ്റ്റർ 1നും ചാപ്റ്റർ 6 ഒക്കെ വേണമെങ്കിൽ ചാപ്റ്റർ 1 ഈ ഇൻട്രൊഡക്ഷൻ തിയറി പഠിക്കാൻ എത്ര സമയം വേണം? ഈ ഓഡിറ്റിംഗ് ഇൻട്രൊഡക്ഷൻ തിയറി, മെസ്സേജ് ഉണ്ട്, അതൊക്കെ മാക്സിമം 2-3 hours തീർക്കണോടാ. എന്നിട്ട് ചാപ്റ്റർ 11ലോട്ട് പോവുക. ചാപ്റ്റർ 11 യെസ് ഒരു ഹാഫ് ഡേ വേണമെങ്കിൽ എടുക്കാം. ചാപ്റ്റർ 6 അഗെയിൻ 1-2 hours അകത്ത് 1 hour 1.5 hours മാക്സിമം. യു ഷുഡന്റ് ടേക്ക് മോർ ടൈം ഫോർ ചാപ്റ്റർ 6 മോർ ദാൻ ദാറ്റ്. അതിക്കുള്ള എടുക്കരുത്. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് ചാപ്റ്റർ ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന ചാപ്റ്റർ 7ലും 4ലും കുറച്ച് സമയം വേണ്ടി വരും. സോ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തരുന്ന സമയത്തിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ചാപ്റ്റർ 1, 11, 6 ടൈം ലാഭിക്കാൻ പറ്റിയല്ലേ ചാപ്റ്റർ 2 ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഹാഫ് ഡേ അടുപ്പിച്ചെടുക്കാം. അതിൽ തന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഇത്രയേ ഉള്ളൂ. ഒരു ഹാഫ് ഡേ എടുക്കാം. ഇവിടെ സേവ് ചെയ്യുന്ന ഇത് ഫുൾ ഡേ വെച്ചോണ്ടിരിക്കില്ല. ഇവിടെ സേവ് ചെയ്യുന്ന സമയം വെച്ചിട്ട് വേണം എന്തിലോട്ട് പോകാനായിട്ട്? ഈ ചാപ്റ്റർ 7ലോട്ട് പോകാനായിട്ട്. എക്സാമിന്റെ തലേ ദിവസം സേവ് ചെയ്യാൻ പ്രത്യേകിച്ച് ഡേ ഒന്നുമില്ല, ഒറ്റ ഡേ ഉള്ളൂ. ആ ഡേ തീർക്കും വേണം, അത് വേറെ കാര്യം. എന്തായാലും ഇപ്പോഴേ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയാലേ ആ ലാസ്റ്റ് മിനിറ്റിൽ എന്ത് നടക്കത്തുള്ളൂ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വല്ല പരിപാടി നടക്കത്തുള്ളൂ പരീക്ഷയുടെ തലേ ദിവസം. Now coming to chapter number 7. Chapter 7 എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ടോപ്പിക്സ് essay 260, 265, 450, പിന്നെ 560, 570, 580 അങ്ങനെ പോകുന്നത്. സോ യെസ്, ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് 260, 265, 260ക്കകത്തൊന്നും ഞാൻ വലിയ ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും കൊടുക്കുന്നില്ല. TCWG ആരാണ്, അതിലൊന്നും നിങ്ങൾക്ക് വലിയ ബോംബുകൾ വരാൻ ചാൻസസ് കുറവാണ്. ഓക്കെ, ഞാൻ 260ലോട്ടൊന്ന് പോയിക്കോട്ടെ നമ്മുടെ മെറ്റീരിയൽ. കാരണം ഞാൻ പറയുന്നത് ഇൻഡെപ്റ്റ് ആയിട്ട് ഇപ്പോൾ ക്ലാസ്സിലത്തെ ഫുൾ 1 by 1 സെന്റൻസ് പറയാൻ ഉള്ളൊരു വേദിയല്ല ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. SE260ക്കകത്ത് മേ ബി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ, ഇവിടെ ഒരു പോസിബിൾ എക്സാം ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് TCWG, ഒരു എഫക്റ്റീവ് 2-way കമ്മ്യൂണിക്കേഷൻ എന്തിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും അതൊന്ന് നോക്കി വെച്ചോ. Benefits of effective 2-way communication between the auditor and TCWG. Between auditor and TCWG. അതൊന്ന് നോക്കി വെച്ചോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ SE260ക്കകത്ത് അധികം സമയം കളയണ്ട. SE260 significant findings. Okay, what are the, give examples of, okay, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഏരിയയും കൂടി ഒന്ന് പറയാം. Examples of, give few examples of significant matters that should be communicated with the TCWG. That should be communicated with TCWG. അത് ഒന്ന് നോക്കി വെച്ചോ, അത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട് 260ക്കകത്ത്. SE260ക്കകത്ത് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ബെനിഫിറ്റ്സ് ഓഫ് എഫക്റ്റീവ് 2-way communication അത് പഠിച്ചു വയ്ക്കുക. എക്സാമ്പിൾസ് ഓഫ് സിഗ്നിഫിക്കന്റ് മാറ്റേഴ്സ് ദാറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് പഠിച്ചു വയ്ക്കുക. Now coming to SE265. SE265ന്റെ അകത്ത് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡെഫിഷ്യൻസി, സിഗ്നിഫിക്കന്റ് ഡെഫിഷ്യൻസി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിഷ്യൻസി ഇൻ ഇന്റേണൽ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്, ആൻഡ് സിഗ്നിഫിക്കന്റ് ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിഗ്നിഫിക്കന്റ് ഡെഫിഷ്യൻസി എന്താണെന്നും ഡെഫിഷ്യൻസി എന്താണെന്നും ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, വാട്ട് ഇസ് മീനിങ് ഓഫ് ദാറ്റ് അത് ചോദിക്കും. പിന്നെ ഇതൊരു പോസിബിൾ സംഭവമുണ്ട്. എക്സാമ്പിൾസ് ഓഫ് മാറ്റേഴ്സ് ആർ ദി ഓഡിറ്റർ മേ കൺസിഡർ ഡിറ്റർമിനിങ് വെദർ ഡെഫിഷ്യൻസി കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ സിഗ്നിഫിക്കന്റ്. അത് സിഗ്നിഫിക്കന്റ് ഡെഫിഷ്യൻസിയുടെ പോയിന്റ് ആയിട്ട് വരും. ഡെഫിഷ്യൻസി, സിഗ്നിഫിക്കൻസി ഇൻക്ലൂഡിങ് ഡെഫിഷ്യൻസി എന്താണ്, സിഗ്നിഫിക്കന്റ് ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്, ഇൻക്ലൂഡിങ് മറ്റേ ഫാക്ടേഴ്സ്, അത് ചോദിക്കുക. അതൊന്ന് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ചാപ്റ്റർ 7
ചാപ്റ്റർ 7 വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഈ ഡെഫിഷ്യൻസി ആൻഡ് സിഗ്നിഫിക്കൻസ് ആയിരിക്കും. പിന്നെ ഈ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ലെറ്റർ ഓഫ് വീക്ക്നെസ് കൊടുക്കുന്ന സമയത്ത് ഈ ഡെഫിഷ്യൻസീസ് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ടി സി വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ. ടി സി വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ലെറ്റർ ഓഫ് വീക്ക്നെസ്സിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, പ്ലസ് കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് നോക്കി വെച്ചോ. വാട്ട് ഇസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ബി ഹൈലൈറ്റഡ് ടു ദ TCWG? അതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ലെറ്റർ ഓഫ് വീക്ക്നെസ്സും കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്ക്, ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ചാപ്റ്റർ 7 260, 265 ഇത് പഠിക്കുക, നത്തിങ് എൽസ്. 260, 265 മാത്രമല്ല ചാപ്റ്റർ 7, പിന്നെ SA 450 ഉണ്ട്, പിന്നെ 560, 570, 580 ഈ 3 SS കൂടി ഉണ്ട്. സോ യെസ്, ഞാൻ ആ ടോപ്പിക്സിലത്തെ ഏരിയാസ് ആയിരിക്കും ഇനി പറയാൻ വേണ്ടി പോകുന്നത്. SA 450 ഇവാലുവേഷൻ ഓഫ് ദ മിസ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈഡ് ഇൻ ദി ഓഡിറ്റ്. SA 450 ഒരു പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ്. അതായത് നമ്മൾ ആദ്യം ഞങ്ങൾക്ക് ലെക്ചർ നോട്ട്സിൽ നമുക്കൊരു ലെക്ചർ നോട്ട് ഉണ്ടാവും. ഞാൻ ആ ക്ലാസ്സിൽ മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും SA 450 ലെക്ചർ നോട്ട്സ്. അതായത് എങ്ങനെയാണ് SA 450 ഫുൾ ലോജിക്ക് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ആദ്യം നമ്മൾ വി വിൽ അഗ്രിഗേറ്റ് ഓൾ ദ മിസ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ഇൻ SA 330 അതർ ദാൻ ദോസ് ദാറ്റ് ആർ ക്ലിയർലി ട്രിവിയൽ. അങ്ങനെ അഗ്രിഗേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇഫ് the identified misstatements exceed the benchmark levels or the aggregate of misstatements identified together with possible misstatement, it is reasonably expected to cross the benchmark level. നമ്മൾ മാനേജ്മെന്റിനോട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. മാനേജ്മെന്റ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ TC വിളിച്ചത് പറയും. എന്നിട്ട് മാനേജ്മെന്റ് കറക്റ്റ് ചെയ്തതിന് ശേഷം വല്ല അൺകറക്റ്റഡ് മിസ്റ്റേക്സും ബാക്കിയുണ്ടെങ്കിൽ ആ അൺകറക്റ്റഡ് മിസ്റ്റേക്സ് ഓഫ് ദ പ്രീവിയസ് ഇയർ ടുഗദർ വിത്ത് ദ പ്രീവിയസ് ഇയേഴ്സ്, ഓക്കെ, അൺകറക്റ്റഡ് മിസ്റ്റേക്സ് ഓഫ് ദ കറണ്ട് ഇയർ പ്ലസ് ദ പ്രീവിയസ് ഇയേഴ്സ് അൺകറക്റ്റഡ് മിസ്റ്റേക്സും കൂടി ക്ലബ് ചെയ്തിട്ട് ബെഞ്ച്മാർക്ക് ലെവൽ ക്രോസ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ മോഡിഫൈഡ് ഒപ്പീനിയൻ. അതൊക്കെ ആ ഒരു ലോജിക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അതൊന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ ദ സിമ്പിൾ റീസൺ, SA 450 പ്രീവിയസ് സിലബസിൽ ഉണ്ടായിരുന്നില്ല. പഴയ സിലബസിൽ SA 450 ഉണ്ടായിരുന്നില്ല. പുതിയ സിലബസിലാണ് ഈ SA 450 വന്നേക്കുന്നത്. അതായത് May 24 ഓൺവേർഡ്സ് ആണ് SA 450 വന്നേക്കുന്നത്. അതിൽ May 24 September 24 ഉണ്ടായിരുന്നില്ല. ഏത് ഈ 450 ബേസ്ഡ് ആയിട്ട് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് ഡേഞ്ചർ ഏരിയ ആണ്. Jan 25 അറ്റംപ്റ്റിൽ ഈ SA 450 ടോപ്പിക്സ് വരാൻ ചാൻസസ് കുറച്ച് കൂടുതലാണ്. സോ എങ്ങനെയൊക്കെയാണ് ചാൻസസ്, ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്ന നമുക്കിപ്പോൾ ഗസ് ചെയ്യാൻ വല്ലാണ്ട് പറ്റത്തില്ല. ബിക്കോസ് ദർ ഇസ് നോ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ ഐ കുഡ് റെഫർ ആൻഡ് ടെൽ യു. SA 450 ഫുള്ള് പഠിക്കുക, അതായി പറയാൻ പറ്റത്തുള്ളൂ. അത് ക്വസ്റ്റ്യൻ എങ്ങനെ ഡ്രാഫ്റ്റ് ഇന്ന ടോപ്പിക്ക് പഠിക്കുക എന്ന് എനിക്ക് പറയുന്നില്ല. SA 450 ഫുള്ളായിട്ട് പഠിച്ചു വെച്ചോ, അതാണ് സേഫ്. അവർക്ക് അത് കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിസ്ക്രിപ്റ്റീവിൽ ചോദിക്കാം, MCQ ചോദിക്കാം. 450 ആസ് സച്ച് ഇസ് ഹെവി. 260 അകത്തൊക്കെ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി. 265 അത് ലാസ്റ്റ് മിനിറ്റ് ഇത് നോക്കിയാൽ മതി. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ, കണ്ടന്റ് ഫുൾ പഠിക്കണം, അഗെയിൻ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ. ബട്ട് ദെൻ SA 450 യു ഡോണ്ട് സ്കിപ്പ് ഇറ്റ് അറ്റ് ഓൾ, സ്റ്റഡി എവറിത്തിങ്. ഓക്കെ, ഇനി ചാപ്റ്റർ 7 ബാക്കിയുള്ളത് എന്താണ്? ചാപ്റ്റർ 7 260, 265 കൊണ്ട് കഴിഞ്ഞാൽ 560, 570, 580. ഓക്കെ, 560, 570, 580 എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സിക്വൻസും ഗോയിങ് കൺസേണും റിട്ടേൺ റെപ്രസെന്റേഷൻസും ആണ് വരാൻ പോകുന്നത്. SA 560 സബ്സിക്വന്റ് ഇവൻസ്. സബ്സിക്വന്റ് ഇവൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്ന രീതിയിൽ നോക്കാനുള്ള ടോപ്പിക് ഏതാന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ 560 അകത്ത് ഇമ്പോർട്ടൻറ്റ് ക്യാൻ ബി വാട്ട് ഇസ് എ സബ്സിക്വന്റ് ഇവന്റ് എന്ന ചോദ്യം ചോദിക്കാൻ ചാൻസസ് കുറവാണ്. ബിക്കോസ് നിങ്ങൾക്ക് അതിൻ്റെ SA 560 വലിയ ബുദ്ധിമുട്ട് തോന്നാൻ നിങ്ങൾക്ക് ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി AS 4 പഠിച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 കുറേ ടോപ്പിക്സ് ആണല്ലോ. മറ്റേ ഇവന്റ്സ് ഒക്കെ ആഫ്റ്റർ ബാലൻസ് ഷീറ്റിൽ പറയുന്ന കൺസെപ്റ്റിന് സിമിലർ ആയിട്ട് തന്നെയാണ് സബ്സിക്വൻസ് പോകുന്നത്. ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് FS ആൻഡ് ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് സബ്സിക്വൻസ്. സോ നമ്മൾ ഒപ്പീനിയൻ ഫോം ചെയ്യുമ്പോൾ ആ ഇവന്റ്സിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഒപ്പീനിയൻ പറയാനായിട്ട്. സോ ആ ഒരു ഏരിയയിൽ ഇതൊരു പോസിബിൾ ഏരിയ ആണ്. വാട്ട് ആർ ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഐഡന്റിഫൈ ദ സബ്സിക്വന്റ് ഇവന്റ്സ്, അത് നോക്കി വെച്ചോ. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് SA 560 അകത്ത് നമ്മൾ പഠിക്കാനുള്ള ഒരു ഏരിയ, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഐഡന്റിഫൈ ദ സബ്സിക്വന്റ് ഇവന്റ്സ്. സബ്സിക്വന്റ് ഇവന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെല്ലാം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യണം അത് നോക്കി വെക്കാം. അതുകൊണ്ട് കുറച്ച് ABCD 4 പോയിന്റ്സ് ഉണ്ട്. ആ 4 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ഫാക്ട്സ് വിച്ച് ബിക്കം നോൺ ടു ദ ഓഡിറ്റർ, അതേ ഉള്ളൂ. പിന്നെ ആ ഐസയ്ക്കകത്ത് ഫാക്ട്സ് വിച്ച് ബിക്കം നോൺ ടു ദ ഓഡിറ്റർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ബട്ട് ബിഫോർ ഇഷ്യൂ ടു ദ പബ്ലിക്, ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ടു ദ പബ്ലിക്. ആ രണ്ട് സിറ്റുവേഷൻസ് എന്ത് ചെയ്യും, അത് ദാറ്റ് പോയിന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങളുടെ ലെക്ചർ നോട്ട്സ് ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെറ്റീരിയലത്തെ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് പഠിക്കുക. അത് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ആണോ? അല്ല. പാസ്റ്റ് എക്സാമിന് റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ SA 560 അതല്ലാണ്ട് വേറൊന്നും ഇല്ല. സോ SA 560 ഫുൾ സ്കിപ്പ് ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അത് ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ്. ഈ സബ്സിക്വൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്ന ടോപ്പിക്ക് വായിക്കുക. പിന്നെ ഈ ഒരു കാര്യം, അതായത് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ്, facts which matters to be considered when you identify a fact which becomes known to the auditor, after the date of audit report, but before issued to public, പിന്നെ after issued to the public. ഇത് ഒന്ന് വായിച്ചു വെക്കുക. നോട്ട് ദാറ്റ് ഇത് ഡിസ്ക്രിപ്റ്റീവിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നതിനേക്കാളും കൂടുതൽ അത് ബേസ്ഡ് ആയിട്ട് വേണമെങ്കിൽ MCQ സോൾട്ട് ചോദിക്കാം. ഡിസ്ക്രിപ്റ്റീവ് കണ്ടിട്ടില്ല, ഓൾദോ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ബട്ട് നോട്ട് റീസെൻ്റ്ലി, അടുത്ത കാലത്തൊന്നുമല്ല. ബട്ട് ദെൻ MCQസിൽ അവർക്ക് വേണമെങ്കിൽ ആ ഒരു സംഭവം ചോദിക്കാം. അതായത് ചില പറയുന്നുണ്ടല്ലോ, വി ഹാവ് ടു ടേക്ക് റീസണബിൾ സ്റ്റെപ്സ് ടു എൻഷുർ ദാറ്റ് എനിബഡി ഇൻ റിസീപ്റ്റ് ഓഫ് ദ പ്രീവിയസ് റിപ്പോർട്ട് ഇസ് ഇൻഫോംഡ് ഓഫ് ദ ന്യൂ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോയിന്റ്സ് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് FS ആണ് നമ്മളിത്, ആഫ്റ്റർ ദ ഇഷ്യൂ ടു ദ പബ്ലിക് AGMന് ശേഷമാണ് നമ്മൾ അറിയുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ബിഫോർ ഇഷ്യൂ ടു ദ പബ്ലിക് ബട്ട് ആഫ്റ്റർ ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആണെങ്കിൽ അതിൽ കുറച്ച് മാനേജ്മെന്റ് FS അമെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്യാം, മാനേജ്മെന്റ് അമെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് നോക്കി വെച്ചോ. അത് MCQസിന് ചോദിക്കാം, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും വേണമെങ്കിൽ ചോദിക്കാം. ഐ നോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ടത്. ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ഹാഫ് ആൻ അവർ 40 മിനിറ്റ്സ് എടുക്കുന്നതായിരിക്കും. എന്നാലും ഇറ്റ് വിൽ ബി വർത്ത് ദാറ്റ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് അനുമാനിക്കാം. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഇസ് SA 570 ഗോയിങ് കൺസേൺ. SA 570 ഗോയിങ് കൺസേൺ. 570 ഗോയിങ് കൺസേണിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇൻഡിക്കേറ്റേഴ്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഗോയിങ് കൺസേണിനെ എഫക്ട് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് threat to going concern. മറ്റേ ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, ഓപ്പറേഷൻ ഇൻഡിക്കേറ്റേഴ്സ്, അതർ ഇൻഡിക്കേറ്റേഴ്സ്, അത് ഒരു ഷെയ്ഡഡ്, ഒരു ഹൈലൈറ്റ് തിയറി ആയിട്ട് തന്നെയാണെന്ന് ഞാൻ പറയും. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ത്രെറ്റ്സ് ടു ഗോയിങ് കൺസേൺ, ദാറ്റ് ഇസ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ടോപ്പിക്, ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു സംഭവമാണത്. പിന്നെ ചോദിക്കുന്നത് എക്സാമ്പിൾസ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വെൻ സച്ച് ഇവൻറ്റ്സ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ്. ഇങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് audit procedures when threat has been identified. Going concern threatened ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ how will you deal with that? ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ആ എക്സാമ്പിൾസ് അത് നോക്കി വെച്ചോ. പിന്നെ ഓഡിറ്റേഴ്സ് റെസ്പോൺസ്. ഓക്കെ, മാനേജ്മെന്റ് നമുക്ക് റെസ്പോൺസ് തന്നു കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ബി, മാനേജ്മെന്റ് റിപ്ലൈ തന്നു, അതായത് എന്താണ് അവരുടെ ഗോയിങ് കൺസേൺ അവർ ഇവാലുവേറ്റ് ചെയ്തു, നമ്മൾ ചില ഇൻഡിക്കേറ്റേഴ്സ് കണ്ടു, നമ്മൾ അവരുടെ റെസ്പോൺസ് ചോദിച്ചു, പ്രൊസീജിയേഴ്സ് ചെയ്തു, ആൻഡ് അതിന്റെ ഔട്ട്കം എന്താണ്. ദർ ഇസ് ഓൺലി 3 ഔട്ട്കംസ്. ഗോയിങ് കൺസേൺ ഒന്നുകിൽ അപ്രോപ്രിയേറ്റ് ആണെന്നോ, അല്ലെങ്കിൽ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നോ, അൺറിസോൾവ് ആണെന്നോ. ഇത് ബേസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് ഞാൻ എവിടെ കണ്ടാൽ ഓർക്കുന്നില്ല, ഒന്നെങ്കിൽ September 24 RTP ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ September 24 എക്സാം ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഇറ്റ് ഇസ് RTP ക്വസ്റ്റ്യൻ. September 24 RTPയിൽ ഇത് ബേസ് RTPയോ ഇനിയിപ്പോൾ MTPയോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ഇങ്ങനെ ലൈവിൽ സംസാരിക്കുമ്പോൾ. ഇറ്റ് വാസ് ആസ്ക്ഡ്, ഈ ഒരു നമ്മുടെ ആ ഫ്ലോ ചാർട്ട് ഏരിയ ഒരു ക്വസ്റ്റ്യൻ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ എക്സ്പെക്ട് മോർ ഏരിയാസ് ഫ്രം ദാറ്റ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് അത് പഠിക്കണം, അത് നോക്കാണ്ട് പോകരുത്. SA 570 ഇതാണ് ഇമ്പോർട്ടൻറ്റ്. SA 570 അകത്തുനിന്ന് ഇഫ് യു ആസ്ക്, ദിസ് ഇസ് വാട്ട് യു ഷുഡ് സ്റ്റഡി. SA 570. നൗ കമ്മിങ് ടു SA 580.
അത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു, ഈ ചാപ്റ്റർ കഴിഞ്ഞു. SA 580 കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ 7ന്റെ ഏരിയ കഴിഞ്ഞല്ലോ. SA 580 580 എന്താണ് പഠിക്കേണ്ടത്? SA 580 റിട്ടൺ റെപ്രസെൻറ്റേഷൻസ്. സുജാമത് ചാപ്റ്റർ 7 കുറച്ച് വലുതാണ്. റിട്ടൺ റെപ്രസെൻറ്റേഷൻസിൽ നിങ്ങൾ പഠിക്കാൻ എന്താണ് പഠിക്കേണ്ടത് എല്ലാം പഠിക്കണം. ഏതാണ് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആവശ്യം? ഞാൻ ഇടയ്ക്ക് അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ് എന്താണ് പഠിക്കേണ്ടത് കേട്ടോ, നിങ്ങളതൊന്ന് ക്ഷമിക്കുക. അത് മാത്രം വായിച്ചിട്ട് പോയിട്ട് പരീക്ഷയ്ക്ക് അവസാനം മാനത്ത് നോക്കി നിൽക്കുന്ന അവസ്ഥ വരാതിരിക്കട്ടെ. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ നിങ്ങൾ ഫുൾ പഠിച്ചതിന് ശേഷം ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ മോക്ക് ടെസ്റ്റിന് വേണ്ടി ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. Jan 25 ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. അഗെയിൻ ഹൈലൈറ്റിംഗ് ദാറ്റ്. ഓക്കെ, ഡോണ്ട് കോട്ട് മീ ഈ വീഡിയോ സെഗ്മെന്റ് ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം ക്രോപ്പ് ചെയ്തെടുത്ത് താൻ അന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ കൊല്ലാൻ വരരുത്. നമ്മൾ ആരുമല്ല, ഞാനോ നീയോ അല്ല എക്സാം ക്വസ്റ്റ്യൻസ് ഇടുന്നത്. വി ക്യാൻ ഓൺലി ആൻറ്റിസിപ്പേറ്റ്. ഓക്കെ, മാക്സിമം ബെസ്റ്റ് പോസിബിലിറ്റി ആണ് ഞാൻ ഈ പറയുന്നത്. ആൻഡ് ഇത് പറയാൻ താൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ അറ്റംപ്റ്റിനും ഇതുപോലെ ഈ പറയുന്ന September 24 അറ്റംപ്റ്റിന് മുമ്പ് ബിഫോർ ദി എക്സാം വി ഹാവ് കണ്ടക്ടഡ് സച്ച് എൻ ഓൺലൈൻ സെഷൻ. അത് ഗൂഗിൾ മീറ്റ് വഴിയാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും ഈ ഒരു ഞാൻ പറയുന്ന ടോപ്പിക്സിന്റെ റിലവൻസ് എന്താണ്. ബിക്കോസ് ഏതാണ്ട് 70 to 80% ഓഫ് വാട്ട് വി ഡിസ്കസ്ഡ് ആക്ച്വലി കെയിം ഇൻ ദി എക്സാം ഫോർ ദ September attempt. ആൻഡ് ഇഫ് യു ഗോ ടു മൈ പേഴ്സണൽ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഐ ഹാവ് പുട്ട് ദ റിസൾട്ട്സ് ഓൾസോ. നമ്മുടെ May 24 September 24 റിസൾട്ട് ബീങ് ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്. ഐ ഹാവ് ഹൈലൈറ്റഡ് ദി എക്സംഷൻസ്. സോ മോസ്റ്റ് നമ്പർ ഓഫ് എക്സംഷൻസ് നമുക്ക് ഈ കഴിഞ്ഞ May September 2024 അറ്റംപ്റ്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റയും ഫോട്ടോസും കുട്ടികളുടെ പിക്സും വെച്ചിട്ട് മാത്രം ഇട്ടിട്ടുള്ള സ്റ്റാറ്റസ് തന്നെ ഒരു 60 അടുപ്പിച്ചുണ്ട്. 60ഓളം കുട്ടികൾക്ക്. അതിനുശേഷം ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം അത് കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ട് കുട്ടികളുണ്ട്. സോ യെസ്, വി ആർ സീയിങ് നമ്പേഴ്സ് ഓഫ് അറൌണ്ട് 75 to 80 എക്സംഷൻസ്. ഓഡിറ്റിംഗ് എന്നുള്ള പേപ്പറിൽ ഇത്രയും നമ്പർ ഓഫ് എക്സംഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ബൈ ഗോഡ്സ് ഗ്രേസ് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ സെഗ്മെന്റായിട്ട് വന്നേക്കുന്നത്. സോ യെസ്, യു ട്രൈ ടു കവർ ദീസ് ടോപ്പിക്സ്. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് തന്നിട്ടുള്ള ടോപ്പിക്സ് മാക്സിമം ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. Jan 25 അറ്റംപ്റ്റിന് റിലവൻ്റ് ആകാവുന്ന ഏരിയാസ് ആണെന്ന് മൈ ടേക്ക് ഓൺ ഇറ്റ്. യെസ്, പഠിക്കുമ്പോൾ ഒരു ഏരിയ പോലും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് പഠിക്കൽ തന്നെയാണ് എപ്പോഴും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഒരു ടോപ്പിക്കും മിസ്സാക്കരുത്. ഫുൾ 100% സിലബസ് എപ്പോഴും കവർ ചെയ്യണം. പിന്നെ ഈ ഏത് ഏരിയ സ്കിപ്പ് ചെയ്യരുത്. കാരണം ചില സമയത്ത് ചിലത് വായിക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അത് വിട്ട് കളയാനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊന്നും വിട്ട് കളയാണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ഏത് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഏത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് മനസ്സിലാക്കിയിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. അങ്ങനെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ സെഗ്മെന്റ് ഇടുന്നത്. ഇതിപ്പോൾ ഒരു 1 hour വീഡിയോ ആയെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇത് ഡോണ്ട് സീ ദിസ് ഇൻ 1x സ്പീഡ്. ഒരു 1.5x സ്പീഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റിനകത്ത് ഈ ഫുൾ സംഭവം കാണാൻ പറ്റും. സോ ഞാൻ കൂടുതൽ ലാത്തി അടിക്കുന്നില്ല, അടുത്തോട്ട് പോവാം. SA 580 റിട്ടൺ റെപ്രസെൻറ്റേഷൻസിൽ I would say what is most important. ഇത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2023 അറ്റംപ്റ്റ്. 2023 നവംബർ അറ്റംപ്റ്റിൽ എന്തോ, അതോ May 2024 ആ ഒരു സമയത്തായിട്ട്. അപ്പോൾ ജാനുവരിലോട്ട് ജാനുവരിലോട്ട് എപ്പോഴും അവർക്ക് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് ഈ റിട്ടൺ റെപ്രസെൻറ്റേഷൻസ് റീകൺഫർമേഷൻ വാങ്ങിയിട്ട് എപ്പോഴാണ് ആ ഒരു ടോപ്പിക്. Auditor may ask the management to reconfirm its acknowledgement and understanding of responsibilities when. അതായത് ഓൾറെഡി റെപ്രസെൻറ്റേഷൻ വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും മാനേജ്മെന്റിന്റെ റീകൺഫർമേഷൻ വാങ്ങിക്കേണ്ടത്. ഏതൊക്കെ ടോപ്പിക്സിലാണ്, ഏതൊക്കെ ഏരിയസിലാണ്, അതിൻ്റെ ആ ഒരു 4 പോയിന്റ് കണ്ടോ, 4 പോയിന്റായിട്ട് കിടക്കുന്ന സാധനം അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ May 24 ചോദിച്ചിട്ടുള്ള ഏരിയ ഇവിടെ വരുന്നുണ്ട്. അതായത് റിട്ടൺ റെപ്രസെൻറ്റേഷൻസ് is for all the areas which is covered under the audit. For all the period covered under written representation. അതായത് നമ്മൾ maybe during the audit we might request for written representation from the management for last maybe 3-4 years. 3-4 years സംഭവിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന റെപ്രസെൻറ്റേഷൻസ് നമുക്ക് ചോദിക്കാം. സംടൈംസ് മാനേജ്മെന്റ് വിൽ സേ ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടേക്ക് ഓഫ് ഓഡിറ്റ്, വാട്ട് ഷുഡ് ദി ഓഡിറ്റർ ഡു, ആ സിറ്റുവേഷനിൽ എന്താണ് ശരിക്കും
പോസിബിലിറ്റീസ് ഉള്ളത് ആ ഒരു ടോപ്പിക്. അതായത് വി ഹാവ് ആക്ച്വലി റൈറ്റ് ടു ഒബ്റ്റെയിൻ റെപ്രസെൻറ്റേഷൻസ് ഫോർ എനി ഏരിയ വിച്ച് ഇസ് റിക്വയർഡ് ബൈ ദി ഓഡിറ്റർ. ആ ഒരു ടോപ്പിക് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡൗട്ട് ആസ് ടു റിലയബിലിറ്റി ഓഫ് ഇത് ബേസ്ഡ് ആയിട്ടൊരു MCQ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ സെപ്റ്റംബർ എക്സാമിനാണ് തോന്നുന്നു. അല്ല, എക്സാം സെപ്റ്റംബർ 24 എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ് ഒന്നും തന്നെ നമുക്ക് റിലയബിൾ അല്ല, ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന റെപ്രസെൻറ്റേഷൻ തരുന്നില്ല എങ്കിൽ വാട്ട് ഈസ് യുവർ ഇഫക്റ്റ് ഓൺ ദി ഇമ്പാക്ട് ഓൺ ദി ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ, ഡിസ്ക്ലെയിമറിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ഇസ് ആക്ച്വലി ഇൻഫാക്ട് ടൈപ്പ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതിൽ ആ ഒരു ഒബ്ജക്റ്റീവ് ആ ഒരു MCQലും ചോദിച്ചു എന്നല്ലാണ്ട് വേറെ ഹൈലൈറ്റ് ഒന്നുമില്ല. SI 580 ഒക്കെ ഈ ഒരു ഏരിയ മാത്രമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള സംഭവം. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചാപ്റ്റർ 7ൻ്റെ ഒരു കണക്ക്. ചാപ്റ്റർ 7 ഇസ് ഫെയർലി ബിഗ് ചാപ്റ്റർ. ഓക്കെ ആണോ? യെസ്. ഇനി ലാസ്റ്റ് ടോപ്പിക്, ഈ വീഡിയോ സെഗ്മെന്റിലത്തെ ലാസ്റ്റ് ടോപ്പിക്, നിങ്ങളുടെ എക്സാമിനും ഞാൻ ഫസ്റ്റ് മോക്ക് ടെസ്റ്റിന് ഇടാൻ പോകുന്ന നമ്മുടെ ലാസ്റ്റ് ഏരിയ ഈസ് ചാപ്റ്റർ നമ്പർ 4. ചാപ്റ്റർ 4 എന്താണ് പഠിക്കാനുള്ളത്? ചാപ്റ്റർ 4 ഇസ് അബൌട്ട് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതിലാണ് SI 500, 501, 505, 510, 520, 530. അടിപൊളി. ഇത് നിങ്ങൾക്ക് മിനിമം ഒരു 1.5 ദിവസം എടുക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ കുറേ സംഭവങ്ങൾ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം. ബി പ്രിപ്പയർഡ് ടു സ്പെൻഡ് സം ടൈം വിത്ത് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ അത്ര പെട്ടെന്ന് തീരത്തില്ല. SI 500 ഓഡിറ്റ് എവിഡൻസ്. SI 500 മാത്രം നിങ്ങൾ പഠിക്കാനുള്ള ടോപ്പിക് ഏതാണെന്ന് ഞാൻ പറയാം. SI 500 ഇറ്റ്സ് ഫെയർലി വെരി ഇമ്പോർട്ടൻറ്റ് SI. അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് എക്സ്പെർട്ട്. How to deal with information which is provided. Before you take the information which is provided by the management expert, using the information from management expert എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലയൻറ്റ് സ്റ്റാഫിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം. അതിൽ മാനേജ്മെന്റ് എക്സ്പെർട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. SI 500 രണ്ടാമത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് സഫീഷ്യൻ്റ്, അപ്രോപ്രിയേറ്റ്, റെലവൻറ്റ്. അതിൻ്റെ മീനിങ് അത് വളരെ ക്ലാസിക് ക്വസ്റ്റൻ ആണ്. ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് എ 10 years ക്വസ്റ്റ്യൻ പേപ്പർ യു ക്യാൻ സീ ലോട്ട് ഓഫ് ക്വസ്റ്റൻസ് ബേസ്ഡ് ഓൺ ദിസ്. സഫീഷ്യൻസി, അപ്രോപ്രിയേറ്റ്നെസ് ആൻഡ് റെലവൻസ്. സഫീഷ്യൻസി, അപ്രോപ്രിയേറ്റ്നെസ്, റെലവൻസ്. ആ ഒരു ടോപ്പിക് എന്തായാലും അത് പഠിക്കാതെ ഒരു സ്റ്റുഡൻറ്റ് SI 500 പോകില്ല. അത് വളരെ ക്ലാസിക് സെൻറ്റൻസസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും. അത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്പെടും. MCQs, കേസ് ഡിസ്ക്രിപ്റ്റിലോ എവിടെ വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ SI 500 ഓക്കെ, വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ് ഫോർ ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ്? Procedures for obtaining audit evidence. Procedures for obtaining audit evidence. What are the techniques എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയണം, നമ്മൾ RAPയും FAPയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓഡിറ്റ് എവിഡൻസ് കിട്ടുക. ആ RAPയും FAPയുടെയും അകത്ത് എംപ്ലോയ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, റീകൺക്ലൂഷൻസ്. സോ പ്രൊസീജിയേഴ്സ് ഫോർ ഓഡിറ്റ് എവിഡൻസ് അത് എന്തായാലും പഠിച്ചിട്ട് പോകണം. മാനേജ്മെന്റ് എക്സ്പെർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ May 24 അറ്റംപ്റ്റിലോട്ട് തന്നെ ഈ ഓഡിറ്റ് ട്രെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓഡിറ്റ് ട്രെയിലിൻ്റെ തിയറിയും കൂടി ഒന്ന് നോക്കി വെച്ചോളൂ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റ് ട്രെയിൽ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ലാസ്റ്റ് നമ്മുടെ ആ നോട്ടിൽ പേജ് നമ്പർ 60 ഞാൻ കാണിക്കുന്നുണ്ട് ഓഡിറ്റ് ട്രെയിൽ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അത് സ്കിപ്പ് ചെയ്യേണ്ട. പിന്നെ മെത്തേഡ്സ് ഓഫ് സെലക്ഷൻ, അതും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. മെത്തേഡ്സ് ഓഫ് സെലക്ഷൻ ഓഫ് ഐറ്റംസ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉള്ള നിങ്ങൾ SI 500 എന്തായാലും പഠിച്ചിട്ട് പോകാനുള്ള ഏരിയാസ് എന്ന രീതിയിലാണ് മെത്തേഡ് ഓഫ് സെലക്ഷൻ ഓഫ് ഐറ്റംസ്. അതായത് നമുക്ക് 3 സെലക്ഷൻ മെത്തേഡ്സ് പറയുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ നമുക്ക് 100% സെലക്ടിങ് ഓൾ ഐറ്റംസ്, അല്ലെങ്കിൽ സെലക്ടിങ് സ്പെസിഫിക് ഐറ്റംസ്, സാമ്പിളിങ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സാമ്പിളിങ് ഈസ് ബേസിക്കലി റെഫേർഡ് ഇൻ SI 530, അത് 530 പഠിക്കും. ബട്ട് സെലക്ടിങ് ഓൾ ഐറ്റംസ്, സ്പെസിഫിക് ഐറ്റംസിൻ്റെ സെലക്ഷൻ, ആ ഒരു ടോപ്പിക് അത് നോക്കി വെച്ചാൽ.
ഇതാണ് SA 500 ഇമ്പോർട്ടൻ്റ് സംഭവം. Now coming to SA 501. SA 501 വരുമ്പോൾ ഓഡിറ്റ് എവിഡൻസ് സ്പെസിഫിക് കൺസിഡറേഷൻസ് ഫോർ സെലക്ടർ ഐറ്റത്തിൽ ഇൻവെൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസും സെഗ്മെന്റ് റിപ്പോർട്ടിംഗും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ SA 501 ഇൻവെന്ററിയെ സംബന്ധിച്ചിട്ടുള്ള ഫുൾ തിയറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻവെന്ററിയിൽ ലൈക്ക് എന്താണ് ഈ പറയുന്ന ഇൻവെന്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു കളക്ട് ഓഡിറ്റ് എവിഡൻസ് ടു കൺഫേം ദ എക്സിസ്റ്റൻസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ഇൻവെന്ററി. അതിനാവശ്യമായിട്ട് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഈ ഓഡിറ്ററിന്റെ പ്രസൻസ് അറ്റ് ദ ഇൻവെന്ററി കൗണ്ടിങ് പ്രൊസീജിയർ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കണം. എവറിത്തിങ് യു സീ ഇൻ അവർ നോട്ട്, ഇൻവെന്ററി കൗണ്ടിങ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഗുണം എന്തൊക്കെയാണ്, അതിന്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെന്ററി ഇസ് ബ്ലഡി ഇമ്പോർട്ടൻറ്റ്, സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോണ്ട് സ്കിപ്പ് ഇറ്റ്. ഓഡിറ്ററിന് ഫിസിക്കലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത്? വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻവെന്ററി ഇസ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്. ഇൻവെന്ററി ഇസ് ഇമ്പോർട്ടൻറ്റ്. 501 ലിറ്റിഗേഷൻസും സെഗ്മെന്റ് റിപ്പോർട്ടിങ്ങും പഠിക്കേണ്ട എന്ന് ഞാൻ പറയില്ല, വായിച്ചാൽ കൊള്ളാം. പക്ഷെ 501 ഇൻവെന്ററി ഇസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ May 24 ചോദിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഈ ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസ്. ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിൻ്റെ അകത്ത് ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിൽ May 24 എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു SA 501 അകത്ത്. ലെറ്റർ ഓഫ് എൻക്വയറിയിൽ വരുന്ന കണ്ടന്റിന്റെ സംഭവം. അതേപോലെ തന്നെ ഇൻ സം കേസസ് ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ മാനേജ്മെന്റ് എക്സ്പെർട്ട്, എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിനകത്ത് കോൺടാക്ട് ചെയ്യേണ്ടി വരും. അന്നേരം അത് ഏതൊക്കെ സിറ്റുവേഷൻസിനാണ്, what are the things we have to confirm from the external legal counsel. That is also I will treat it as a possible exam question. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള സംഭവം. സോ ഈ ലെറ്റർ ഓഫ് എൻക്വയറി എന്ന് പറയുന്ന ടോപ്പിക്ക്, അതേപോലെ തന്നെ ഈ പറയുന്ന സാധനം മീറ്റിംഗ് ദി എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ, മീറ്റിംഗ് വിത്ത് ദ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയും. അത് നോക്കിയിട്ട് പോവാം. 501 ഇത്രയും നോക്കിയാൽ മതി. ഇൻവെന്ററി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലിറ്റിഗേഷൻസ് ഈ രണ്ട് കാര്യങ്ങൾ, ലെറ്റർ ഓഫ് എൻക്വയറി കൊടുക്കുന്നതിനെ പറ്റിയിട്ടും എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലോട് സംസാരിക്കുന്ന മീറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള പോയിന്റ്സ് വായിക്കാം. സെഗ്മെന്റ് റിപ്പോർട്ടിനൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, അതിലൊന്നും വലിയായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തണ്ട. സോ SA 500 501. നൗ 505 എക്സ്റ്റേണൽ കൺഫർമേഷൻ. ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ആയിട്ടുള്ള ICA ഫേവറേറ്റ് ഏരിയ ആണ് SA 505 എക്സ്റ്റേണൽ കൺഫർമേഷൻസ് ഒക്കെ. സോ SA 505 വരുമ്പോഴത്തേക്കും എക്സ്റ്റേണൽ കൺഫർമേഷൻ രണ്ട് തരം, പോസിറ്റീവ്, നെഗറ്റീവ്. വെൻ ഷുഡ് നെഗറ്റീവ് ബി ഗിവൺ? നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് ബി ഗിവൺ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫാക്ടേഴ്സ് ടു consider before doing an external confirmation. 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ് നോക്കുക, വില്ലിംഗ്നെസ് ഓഫ് ദ കൺഫേമിംഗ് പാർട്ടി നോക്കുക, ആൻഡ് മറ്റേ കൺഫേമിംഗ് പാർട്ടീസ് നോളജ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ നോക്കുക. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് ചോദിക്കുന്നത്. സോ വാട്ട് ഇസ് പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്, നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്, എക്സ്റ്റേണൽ കൺഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടത്, ആ ഒരു ടോപ്പിക് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാക്ടേഴ്സ് കൺസിഡർ ആക്കാൻ ജസ്റ്റ് വൺ ടൈം റീഡ് കൊടുത്തിരുന്നാൽ മതി. അതേപോലെ എക്സ്റ്റേണൽ കൺഫർമേഷൻ റിക്വസ്റ്റിന് ആൻസർ കിട്ടിക്കഴിഞ്ഞാലും വാട്ട് ആർ ദ പോസിബിൾ ഔട്ട്കംസ്, പോസിബിൾ എക്സാം ക്വസ്റ്റ്യൻ വായിച്ച് വയ്ക്കുക, വൺ ടൈം റീഡ് വയ്ക്കുക, ഹൈലൈറ്റ് ഏരിയാസ് അല്ല. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം. 2 ടൈപ്സ് ഓഫ് കൺഫർമേഷൻ റിക്വസ്റ്റ്, അത് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ കൺഫർമേഷൻ ചെയ്യണമെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് നോക്കണം, പിന്നെ നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് എപ്പോൾ കൊടുക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ അത് ഹൈലൈറ്റ് ഏരിയ ആയിട്ട് ഞാനത് പറയും. നൗ കമ്മിങ് ടു SA 510 ഉണ്ടല്ലോ അല്ലേ ഇതിനകത്ത്. 510 ഉണ്ട്, 520 ഉണ്ട്, 530 ഉണ്ട്, 550 ഉണ്ട്. ഓക്കെ. SA 510 ഇനിഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെന്റ്സ്, ഓപ്പണിംഗ് ബാലൻസസ്. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഹെവിലി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, മാരകമായിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടിയ ടോപ്പിക് ഇനിഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. അത് വേണമെങ്കിൽ MCQയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
യെസ്, ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഒബ്റ്റെയിൻ എവിഡൻസ് അബൌട്ട് ദി ഓപ്പണിംഗ് ബാലൻസ്, അതൊന്ന് നോക്കി വെച്ചോ. ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് to obtain evidence. Audit procedures to obtain evidence about the opening balances. അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ചെറിയ എസ് ആണ്, അതിലൊന്നും അധികം സമയം കളയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. യെസ്, SA5 വലിയ ഡേഞ്ചർ ഏരിയസ് ഇല്ല, ജസ്റ്റ് വൺ ടൈം റീഡ് കൊടുക്കുക. ആ ഒരു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് മാത്രം ഒന്ന് ഫോക്കസ് കൊടുക്കുക, നത്തിങ് എൽസ്. 520 is going to be little bit more challenging than that. 520 530 ആണ് ആക്ച്വലി ഇതിൽ കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉള്ള സംഭവം. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൽ തന്നെ പെട്ടെന്ന് ഞാൻ ഓർത്തെടുക്കുകയാണെങ്കിൽ തന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു കൺസിഡർ ഇൻ ഡിസൈനിങ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയും. പിന്നെ ടെക്നിക്സ് ഓഫ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഏറ്റവും ലാസ്റ്റിൽ പറയുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ ടെക്നിക്സ്, റേഷ്യോ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്, സ്ട്രക്ചറൽ മോഡലിംഗ്, റീസണബിൾനെസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം സബ് ക്വസ്റ്റ്യൻസ് വരാം, ലൈക്ക് സൂട്ടബിലിറ്റി. അനലിറ്റിക്കൽ പ്രൊസീജിയറിന്റെ സൂട്ടബിലിറ്റി, അനലിറ്റിക്കൽ പ്രൊസീജിയർ യൂസ് ചെയ്യുന്ന ഡേറ്റ, അനലിറ്റിക്കൽ പ്രൊസീജിയർ സൂട്ടബിൾ ആണോ ചെക്ക് ചെയ്യാം, അത് യൂസ് ചെയ്യുന്ന ഡേറ്റ റിലയബിൾ ആണോ എങ്ങനെ ചെക്ക് ചെയ്യാം, അങ്ങനത്തെ ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം. അതും കൂടി ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചുതരാം, ഹൈലൈറ്റ് ചെയ്യുന്നില്ല, ബട്ട് നോക്കി വെക്കുക. അതായത് ഫാക്ടേഴ്സ് ടു ഡിസൈഡ് suitability of performing a analytical procedure, അല്ലെങ്കിൽ factors to decide the reliability of data used in analytical procedure. ഈ ടോപ്പിക് നോക്കി വയ്ക്കുക 520 നിന്ന്. Now coming to SA530 audit sampling. ഇതിലും കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടാവും. ഓഡിറ്റ് സാമ്പിളിങ്ങിനകത്ത് definitely definition of audit sampling is important. Sampling risk, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പിളിംഗ് റിസ്ക് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. രണ്ട് ഇമ്പാക്റ്റ് ഉണ്ട്. ഇറ്റ് ക്യാൻ ഹാവ് an impact on the effectiveness as well as the efficiency. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ചാപ്റ്റർ 4 ഉറപ്പായിട്ടും SA530 ഒരു സാമ്പിളിംഗ് റിസ്കിൻ്റെ ടോപ്പിക് നമുക്ക് പ്രതീക്ഷിക്കാം. എക്സാമിനോ MCQ മറ്റേ മോക്ക് ടെസ്റ്റിലൊക്കെ പ്രതീക്ഷിക്കാം. SA530 ഫാക്ടേഴ്സ് ടു കൺസിഡർ, ഇത് MCQs ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫാക്ടേഴ്സ് ടു കൺസിഡർ to include sampling as part of audit plan. നമ്മളൊരു ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് സാമ്പിളിംഗ് എടുക്കണോ വേണ്ടയോ, അത് MCQസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്, അത് മറക്കണ്ട, അത് നോക്കിക്കോ. പിന്നെ സാമ്പിളിംഗ് റിസ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജ് ചോദിക്കാൻ നല്ലപോലെ ചാൻസ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ചോദിക്കാൻ ഹെവിലി ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫാക്ടേഴ്സ് ടു ഇൻഫ്ലുവൻസ് ദ സാമ്പിൾ സൈസ്, അത് MCQസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫാക്ടേഴ്സ് ടു ഡിസൈഡ് ദ സാമ്പിൾ സൈസ്, അത് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സാമ്പിളിൻ്റെ സൈസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ സൈസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, MCQസിന് അത് ഫ്രീക്വൻ്റ്ലി ചോദിക്കാറുണ്ട്. ആ ഒരു ഏരിയ നോക്കി വെച്ചാൽ. പിന്നെ സാമ്പിളിംഗ് ടെക്നിക്സ് ഒന്ന് നോക്കി വെക്കണം. സാമ്പിളിംഗ് ടെക്നിക്സിൽ തന്നെ ചില ടെക്നിക്സ് ICA ഫേവറേറ്റ് ടെക്നിക്സാണ്. ടെക്നിക്സ് ഫോർ ഒബ്റ്റൈനിങ് സാമ്പിൾ, ടെക്നിക്സ് ഫോർ സാമ്പിളിംഗ്, എങ്ങനെയാണ് സാമ്പിൾസ് എടുക്കേണ്ടത്. ആ ടെക്നിക്സിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഒരു ICA ഫേവറേറ്റ് സംഭവമാണ്. പിന്നെ റാൻഡം സാമ്പിളിംഗ് ചോദിക്കാറുണ്ട്. റാൻഡം സാമ്പിളിംഗ്, ഹാപ്പ് ഹസാർഡ് സാമ്പിളിംഗ് ഒരു നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ വരുന്ന സംഭവമാണ് ഹാപ്പ് ഹസാർഡ് സാമ്പിളിംഗ്. ഇത് ഒരു ഗ്രീൻ ഷെയ്ഡ് ഏരിയയാണ്. ഹൈലൈറ്റ് ഏരിയയിൽ ഞാൻ പറയുന്ന സംഭവമായിരിക്കും. അതെന്തായാലും നോക്കി വയ്ക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില സംഭവങ്ങളാണ്. സോ 530 is ആക്ച്വലി ഫെയർലി ഇമ്പോർട്ടൻറ്റ്. ആ പച്ച കളർ ഷെയ്ഡ് എണ്ണം കൂടി വരുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ ലാസ്റ്റ് സമ്മറി പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ഇവാലുവേഷൻ ഓഫ് സാമ്പിളിലൊക്കെ ജസ്റ്റ് ഒന്ന് അതൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കൺസെപ്റ്റ് ഒക്കെ വരുന്ന ഒരു ട്രിക്കി ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഏരിയ ആയിട്ട് തോന്നും. മറ്റേ അനലൈസിങ് ദ റിസൾട്ട് ഓഫ് സാമ്പിളിംഗ്. അതായത് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാമ്പിൾ എടുത്താൽ അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയായിരിക്കണം, ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യുന്ന സമയത്തുള്ള സാമ്പിളിൽ പ്രൊജക്ഷൻ എന്തായിരിക്കണം, കൺസെപ്റ്റ് ഉണ്ട് പറയാനായിട്ട്. ഇപ്പോൾ ക്ലാസ്സിൽ ആദ്യമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ എടുത്തിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ബട്ട് ദെൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ വരാറില്ല, വന്നിട്ടേ ഇല്ല. യു ഡോണ്ട് സീ ക്വസ്റ്റ്യൻസ് ഇൻ ദാറ്റ് ഏരിയ മച്ച്. സോ അതിലൊന്നും ചുമ്മാ അനാവശ്യമായിട്ട് ഈ എക്സാമിന്റെ തലേ ദിവസം ആ പ്രൊജക്ഷൻ ഒക്കെ വായിച്ച് പേടിച്ച് അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ. 530 നിന്നും പിന്നെ അടുത്തത് ഇനി വേണ്ടത് ഏതാണ്? 530 കഴിഞ്ഞാൽ പിന്നെ 550 and 610. ഓക്കെ. 550 ലെറ്റർ പാർട്ടി, അത് ചെറുതാണ്. 550 610 SA 550 ചാപ്റ്റർ 4ന്റെ കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോകും. ഒരു സെക്കൻഡ്. 505 520 ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണേ. ഫോർ കൺവീനിയൻസ് ചാപ്റ്റർ 4 ക്ലട്ടേർഡ് ആവുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്തോട്ടെ. 30. Now what we have? 550. SA 550 RP transactions who is a letter party? അത് ഒന്ന് നോക്കി വെച്ചോ, ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതായത് എനി എൻറ്റിറ്റി ഓർ പേഴ്സൺ ഹൂ കുഡ് ഹാവ് എൻ ഇൻഫ്ലുവൻസ് ഓർ കൺട്രോൾ ഓവർ ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡെഫിനേഷൻ ഉണ്ടല്ലോ. ആ ഡെഫിനേഷൻ, ഒരു ലെറ്റർ പാർട്ടിയുടെ ഡെഫിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലെറ്റർ പാർട്ടിയുടെ ഡെഫിനേഷൻ, ഹൂ ഇസ് എ ലെറ്റർ പാർട്ടി, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ മീനിങ് ഓഫ് കൺട്രോൾ ഓർ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്, അത് ഒന്ന് നോക്കി വെച്ചോ, ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. കൺട്രോൾ വേഴ്സസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്, സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ എന്താണ്, അത് ഒന്ന് നോക്കി വെക്കുക, ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ പ്രൊസീജിയേഴ്സ് ടു പെർഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു പെർഫോം, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു പെർഫോം ടു ഐഡൻറ്റിഫൈ ദ ലെറ്റർ പാർട്ടി ട്രാൻസാക്ഷൻസ്. RP ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഏരിയ അത് നോക്കി വയ്ക്കുക. അത് തന്നെയാണ്. അല്ല, RP ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് റെസ്പോണ്ട് ചെയ്യണം, അതൊക്കെ ചുമ്മാ വൺ ടൈം റീഡ് ഏരിയ, അതൊന്നും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. Then the last area in this chapter 4 is SA 610, using the work of internal auditor. Using the work of internal auditor അകത്ത് 600 സീരീസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോർ ദാൻ 600 ആണ് ഇമ്പോർട്ടൻറ്റ്. ഇന്റേണൽ ഓഡിറ്ററിൻ്റെ ഡെഫിനിഷൻ, ഇന്റേണൽ ഓഡിറ്ററിൻ്റെ ഡെഫിനിഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ആക്ച്വലി ചാപ്റ്റർ 3 ടോപ്പിക്കാണ്. അത് ഇന്റേണൽ കൺട്രോൾ ചാപ്റ്ററിൽ പഠിക്കാം. യൂസിങ് ദ വർക്ക് ഓഫ് ഇന്റേണൽ ഓഡിറ്ററിൽ ഞാൻ ഇങ്ങനെ പറയാം. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഫാക്ടേഴ്സ് ടു കൺസിഡർ when using the work of internal audit function. അതിൽ ഒബ്ജക്റ്റിവിറ്റി എങ്ങനെ ചെക്ക് ചെയ്യും, അതിൻ്റെ സബ് പോയിന്റ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ കോമ്പിറ്റൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻഡ് അപ്രോച്ച്, അതും ഒന്ന് നോക്കി വയ്ക്കുക. കാരണം ഈ ഒബ്ജക്റ്റിവിറ്റിക്കും അതുപോലെ കോമ്പറ്റൻസിലും സബ് പോയിന്റ്സ് ഉണ്ട്. ഞാൻ ക്ലാസ്സിലും സ്റ്റാർ മാർക്ക് ഇട്ട് തന്നിട്ടുള്ള ഏരിയയാണ്, അത് നോക്കി വെച്ചോ. കാരണം അത് ഈ 4 പോയിന്റ്സിൻ്റെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ IF വർക്ക് എപ്പോൾ കൊടുക്കാൻ പാടില്ല, ഏതൊക്കെ എക്സാമ്പിൾസ് ഓഫ് വർക്ക് ഓഫ് IF that can be used by Excel. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചോളൂ. examples of areas where work of IF can be used, അതൊന്ന് നോക്കി വെച്ചോളൂ, അത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ, circumstances in which external auditor plan to use less work of IF and more work directly. Situations where external auditor performs more work and less use of the internal auditors. അത് ഒന്ന് നോക്കി വെച്ചോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. പിന്നെ when using the work of external auditors, ഈ internal auditorസിനെ ഡയറക്റ്റ് അസിസ്റ്റൻസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. അതിന് മുമ്പായിട്ട് ഇവിടെയും കുറച്ച് പറയുന്നുണ്ട്. ഇൻ ഡിസ്കസിങ് ദ പ്ലാൻഡ് യൂസ് ഓഫ് ദർ വർക്ക്. IF അത് കുറേ സിമ്പിൾ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. 1 by 1 ആയിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചുമ്മാ സമയം പോകത്തുള്ളൂ. ഈ 4 points വെച്ച് കാണുന്ന 3-4 points വെച്ച് കാണുന്ന എല്ലാ ഏരിയയും, അത് കാരണം അങ്ങനത്തെ കുറേ ഏരിയസ് ഉണ്ട്. External auditor, if the external auditor is planning to use the work of IF, we shall do 3 things. ഡിസ്കസ് ചെയ്യും ദ പ്ലാൻഡ് യൂസ് ഓഫ് ദ വർക്ക് വിത്ത് IF. അതിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡിസ്കസ് ചെയ്യണം, അത് കുറേ സബ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്, ഈ ബെനിഫിറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എക്സ്റ്റേണൽ ഓഡിറ്റർ ആൻഡ് ഒരു ബെറ്റർ കോർഡിനേഷൻ പറ്റും, അത് എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസസ് നമുക്ക്. ഇനി ഡയറക്റ്റ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇന്റർലോട്ടേഴ്സിനെ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പോയിന്റ്സ്, ഡയറക്റ്റ് അസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. Factors to be considered in getting direct assistance. ഡയറക്റ്റ് അസിസ്റ്റൻസ് കിട്ടാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയറക്റ്റ് അസിസ്റ്റൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നെങ്കിൽ TCWG അറിയിക്കണം എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്, അത് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. ഇതാണ് ബേസിക്കലി നമ്മുടെ ഈ SA 610 നിന്ന് പഠിക്കുന്നത്. സോ ചാപ്റ്റർ 4 നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് തിങ് ഉണ്ട്. സോ യെസ്, ദിസ് ഇസ് ദ ലോങ് സ്റ്റോറി ഷോർട്ട്. ചാപ്റ്റർ 1 ഒക്കെ പെട്ടെന്ന് തീരും. ഇപ്പോൾ നോക്കിയേ, ചാപ്റ്റർ 1 ഒക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. ചാപ്റ്റർ 1 പെട്ടെന്ന് തീരും. ചാപ്റ്റർ 11 അധികം ഒന്നും സമയം എടുക്കാൻ പോകുന്നില്ല. ഈ എൻഗേജ്മെന്റ് റിവിഷനും ക്ലയന്റ് റിവിഷൻ ആവശ്യപ്പെട്ടുള്ള സിറ്റുവേഷനും അതൊക്കെയാണ് ചെയ്യേണ്ടത്. ചാപ്റ്റർ 6 ഓഡിറ്റ് ഡോക്യുമെന്റേഷനിലും എക്സാമ്പിൾസ് സിഗ്നിഫിക്കന്റ് മാറ്റേഴ്സ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള സംഭവം. പിന്നെ ഞാൻ ഈ എഴുതിയേക്കുന്ന ടോപ്പിക്സ് എന്തായാലും വായിക്കണം. ഓക്കെ, പിന്നെ ചാപ്റ്റർ നമ്പർ 2 സ്ട്രാറ്റജിയിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്, പ്ലാനിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, പ്രോഗ്രാമിനെ സംബന്ധിച്ച് എന്തൊക്കെ പഠിക്കണം, അത് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ചാപ്റ്റർ 7 SA 260 എന്തൊക്കെ പഠിക്കണം, 2 സിമ്പിൾ പോയിന്റ്സ്. 265 ഞാൻ അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്തിരുന്ന പറഞ്ഞിട്ടുണ്ട്. ഡെഫിഷ്യൻസി, സിഗ്നിഫിക്കൻസിയുടെ മീനിങ്, ലെറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊക്കെ. SA 450 മൊത്തത്തിൽ പഠിച്ചു വെക്കുക, അത് സ്കിപ്പ് അടിക്കേണ്ട. SA 560 ഒന്നും ഹൈലൈറ്റ് പോയിന്റ്സ് ഇല്ല, ജസ്റ്റ് 2 കാര്യങ്ങൾ മാത്രമേ നോക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. ആ സബ്സിക്വൻസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, പിന്നെ ഈ ഫാക്ട് വിച്ച് ബിക്കംസ് നോട്ട് ഓഡിറ്റ് ആഫ്റ്റർ ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആഫ്റ്റർ ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ടു പബ്ലിക്, അങ്ങനത്തെ ടോപ്പിക്സ്. പിന്നെ SA 570 ഗോയിങ് കൺസേണിൻ്റെ ത്രെറ്റ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ആ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ റെസ്പോൺസ്, അതിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്, അത് എന്തായാലും നോക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. 580 റിട്ടേൺ റെപ്രസെൻറ്റേഷൻ, ഈസ് ഇറ്റ് കവറിങ് പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ പാസ്റ്റ് പീരീഡ് കവർ ചെയ്യുന്ന രീതിയിൽ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ഓഡിറ്റേഴ്സ് റൈറ്റ്സ്, ഒബ്ജക്റ്റീവ്സ് റിഗാർഡിംഗ് ദാറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ചാപ്റ്റർ നമ്പർ 7. ചാപ്റ്റർ 4 വരുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് ഓഡിറ്റ് എവിഡൻസിൽ ഒരുപാട് പറയാനുണ്ട്. SA 500 മാനേജ്മെന്റ് എക്സ്പെർട്ടിൽ നിന്നും എവിഡൻസ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഓഡിറ്റ് ട്രെയിൽ, അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. SA 501 ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഇൻവെന്ററി, ലിറ്റിഗേഷൻസിൽ മറ്റേ ലെറ്റർ ഓഫ് എൻക്വയറി നോക്കി വെക്കുക. 530 മുമ്പ് ഇനി 520 ഉണ്ടാവുമല്ലോ. 505 പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്, നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്, അതെന്തൊക്കെയാണെന്ന് നോക്കുക. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നെഗറ്റീവ് കൊടുക്കേണ്ടത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം. പിന്നെ SA 510 ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെന്റ്സ്, അതിലെന്താണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് മാത്രം നോക്കിയിരുന്നാൽ മതി. 520 അനലിറ്റിക്കൽ പ്രൊസീജിയറിൻ്റെ അകത്ത് ഫാക്ടേഴ്സ് ടു കൺസിഡർ ടു ഡിസൈഡ് അനലിറ്റിക്കൽ പ്രൊസീജിയർ, ടു
ഡിസൈഡ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്യണോ വേണ്ടയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ്, അനലിറ്റിക്കൽ പ്രൊസീജിയർ ടെക്നിക്സ്. പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൂട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഡേറ്റയുടെ റിലയബിലിറ്റി എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. SA 520 കഴിഞ്ഞാൽ പിന്നെ SA 530 ഇമ്പോർട്ടൻ്റ് ആണ്. 530 സാമ്പിളിങ്ങിൽ ഓഡിറ്റ് സാമ്പിളിങ്ങിൽ ഡെഫിനിഷൻ, സാമ്പിളിംഗ് റിസ്ക്, അതിൻ്റെ ഇമ്പാക്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് അഡ്വാൻറ്റേജ്, പിന്നെ സാമ്പിൾ സൈസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അത് നോക്കി വെക്കുക. MCQs വരാൻ ചാൻസ് ഉണ്ട്. സാമ്പിൾ ഓഡിറ്റ് പ്ലാനിന്റെ ഭാഗമാക്കി മാറ്റണോ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കി വെച്ചോളൂ. ടെക്നിക്സ് ഫോർ സാമ്പിളിങ്ങിൽ സ്ട്രാറ്റിഫൈഡ്, റാൻഡം, ഹാപ്പസാർഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ SA 610 അകത്ത് ഈ ഇന്റർ ഓഡിറ്റേഴ്സിന്റെ വർക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, ഇന്റർ ഓഡിറ്റേഴ്സിനെ തന്നെ ഡയറക്റ്റ് അസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എക്സ്റ്റൽ ഓഡിറ്റർ ഇന്റർ ഓഡിറ്ററിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ ഈ കൊച്ചു 3-4 പോയിന്റ്സ് കുറേ എണ്ണം 2-3 SA 6.0 ഉണ്ട്, അതും നോക്കി വെക്കുക. ഇത്രയും ആണ് നിങ്ങൾക്ക് ആദ്യത്തെ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള സിലബസ്. മോക്ക് ടെസ്റ്റിൽ എന്തായാലും ഇപ്പം നമ്മൾ ഇടാൻ പോകുന്ന ഈ മോക്ക് ടെസ്റ്റിൽ ഈ ഏരിയ ഫുൾ എന്തായാലും കവർ ചെയ്യാൻ പോകുന്നില്ല. അതെന്തായാലും അത് ഫുൾ ഉണ്ടാകത്തില്ല. ഇതിനകത്തു നിന്നല്ലേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. പക്ഷെ ഇത്രയും ടോപ്പിക്സ് പഠിക്കാറുണ്ട്. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കോർ ഏരിയ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ ഇത് നിങ്ങൾക്ക് എക്സാമിന് കൂടി ബെനിഫിറ്റ് ചെയ്യും. ഇപ്പോൾ IIക്ക് പുറത്തുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ യൂട്യൂബ് ലൈവിൽ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും നിങ്ങളും ശ്രദ്ധിക്കുക, ഈ ടോപ്പിക്സ് ആണ് ICA മെറ്റീരിയൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇഫ് യു വാണ്ട് ദ ഹാൻഡ് ബുക്ക്, നമ്മുടെ ഹാൻഡ് ബുക്ക് വേണമെങ്കിൽ നേരിട്ടിട്ട് കോൺടാക്ട് ചെയ്യുക, അതും അങ്ങനെയും പ്രൊവൈഡ് ചെയ്യാം. ബട്ട് അതർവൈസ് ദിസ് മച്ച് ഇസ് ദ കീ ടോപ്പിക്. ഞാൻ അതുകൊണ്ടാണ് ഇതിനെ നമ്മുടെ ഈ ഓഡിറ്റിങ്ങിന്റെ ഫുൾ സിലബസിനെ 2 സ്റ്റഡി പ്ലാൻസ് ആയിട്ട് മാറ്റിയത്. ഇതിപ്പോൾ ഈ 6 ചാപ്റ്ററിലത്തെ എന്തെല്ലാം പഠിക്കണം, അതായത് 40 മാർക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെല്ലാം പഠിക്കണം, അത് മാത്രമാണ് ഞാനിപ്പോൾ ഈ 1.5 മണിക്കൂറിന്റെ ലെക്ചർ അടിച്ചേക്കുന്നത്. ഞാനും ക്ഷീണിച്ചു, നിങ്ങളും കേട്ട് ക്ഷീണിക്കാൻ ചാൻസസ് ഉണ്ട്. ഒന്ന് മോൻ കഴിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് ഇരുന്നോ, പഠിക്കാൻ തുടങ്ങിക്കോ, സമയം കളയണ്ട. This is what it takes to crack the exam. Not just crack the exam, win with exemption. വളരെ ഹൈ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇഫ് ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് സക്സസ് യു നീഡ്, ദിസ് ഇസ് ദ amount of effort you will have to take. Yes guys, so thank you. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്പർ 1 ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. വിൽ കണ്ടിന്യൂ ഇൻ അനദർ വീഡിയോ. ബാക്കി 5 ചാപ്റ്ററുകളിലത്തെ വെടിയും പോകുകയും അതിൽ പറയാം. ശരി.